ഹായ് സ്റ്റുഡൻസ്, പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ക്രിസ്മസിന്റെ ആ ഒരു ആഘോഷവേളയിലൊക്കെ ആണെന്ന് അറിയാം. അതിൻ്റെ നമ്മുടെ പഠിത്തം ഒരിക്കലും പോകരുത്. എല്ലാ എൻജോയ്മെന്റും നമുക്ക് വേണം. അതോടൊപ്പം തന്നെ വേണ്ട ഒരു ഘടകം കൂടെയാണ് നമ്മുടെ പഠനം എന്ന് പറയുന്നത്. അധികം ദിവസവും ഇല്ല നമ്മുടെ പരീക്ഷയ്ക്ക്. അപ്പോൾ നന്നായിട്ട് എല്ലാ ചാപ്റ്ററും നന്നായിട്ട് പഠിക്കാം. ഈ വീഡിയോസ് നിങ്ങൾക്ക് യൂസ് ആകുന്നത് പോലെ തന്നെ മറ്റുള്ളവർക്കും യൂസ് ആകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ ഇത് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വിലയേറിയ കമന്റ്സ് ഞങ്ങൾക്ക് എഴുതി ഇടുക. അപ്പൊ അതൊക്കെ ആകുമ്പോൾ ഞങ്ങൾക്കും ഒരു പ്രചോദനം, നിങ്ങൾക്കും ഒരു സന്തോഷം അല്ലെ. അപ്പൊ നമുക്ക് തീരെ വൈകിപ്പിക്കേണ്ട, നമ്മുടെ ക്ലാസ്സിലോട്ട് പോവാം. എനിവേ, വീണ്ടും ഒരു പുതിയ വീഡിയോ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് ഹിസ്റ്ററി ക്ലാസ്സുമായിട്ടാണ്. ഹിസ്റ്ററിയിലെ ചാപ്റ്റർ 10 എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് മുഗൾ റൂൾ. ചാപ്റ്റർ 10 എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ദ മുഗൾ റൂൾ. നമുക്കറിയാം മുഗൾ സാമ്രാജ്യം അല്ലെ. മുഗൾ സാമ്രാജ്യം എന്ന് പറയുമ്പോൾ അതിൽ ഒത്തിരി നമുക്ക് ഭരണാധികാരികളെ കുറിച്ച് പഠിക്കാനായിട്ടുണ്ട്. അതിൽ ഒന്നാണ് ബാബർ, 2 ശിവജി, ഔറംഗസേബ്, അക്ബർ, ഷേർഷാ, അങ്ങനെ കുറെ ആൾക്കാരെ നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാനായിട്ട് ഉണ്ട്. അത് തന്നെയാണ് ഈ ചാപ്റ്ററിലും നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. നമ്മുടെ ബാബർ നിങ്ങൾക്ക് ഇവിടെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും. ശിവജി, ഷേർഷാ, അങ്ങനെ അതുപോലെ തന്നെ ഔറംഗസേബ്, അക്ബർ, അങ്ങനെ കുറച്ച് ആൾക്കാര് അവരുടെ കോൺട്രിബ്യൂഷൻസ്, അവരുടെ അഡ്മിനിസ്ട്രേഷൻ, അവരുടെ രീതികൾ, എങ്ങനെയാണ് അവർ ഭരണം നയിച്ചിരുന്നത്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് ഈ പാഠഭാഗത്തിൽ നമുക്ക് ചർച്ച ചെയ്യേണ്ട ഉണ്ട്. അപ്പം എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ലെക്ചർ നോട്ട് എന്നും പറയുന്നത് പോലെ ഒരു കുഞ്ഞു നോട്ട് എടുക്കുക. അതിൽ ലെക്ചർ നോട്ട് കീപ്പ് ചെയ്തു പോവുക. നന്നായിട്ട് നോക്കി ശ്രദ്ധിച്ചിരിക്കുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ബാബർ. ബാബർ തിമൂറിന്റെ പിൻഗാമിയായിരുന്നു. ബാബർ എന്ന് പറയുന്നത് മുഗൾ സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായിരുന്നു. ഫൗണ്ടർ ഓഫ് മുഗൾ എംപയർ എന്ന് ചോദിച്ചാൽ ആരാണ്? ബാബറാണ് അല്ലെ. തിമൂറിന്റെ പിൻഗാമി. നമുക്കറിയാം തിമൂറിനെ കുറിച്ചും തറയൻ യുദ്ധങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ 9 നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് തിമൂറിന്റെ പിൻഗാമിയായിട്ട് വന്നതും മുഗൾ സാമ്രാജ്യത്തിന്റെ സ്ഥാപകനുമായിരുന്നു ബാബർ എന്ന് പറയുന്നത്. കഴിവുറ്റ ഭരണാധികാരിയായിരുന്നു. അദ്ദേഹത്തിന്റെ ഭരണകാര്യങ്ങളിൽ അദ്ദേഹം കുറെ മാറ്റങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, കൊണ്ട് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം നിലനിന്നിരുന്ന ഒരു മുസ്ലിം സാമ്രാജ്യമായിരുന്നു നമ്മുടെ എന്തെന്ന് പറയുന്നത്, മുഗൾ എന്ന് പറയുന്നത് അല്ലെ. ആ മുഗൾ സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായിരുന്നു ബാബർ എന്ന് പറയുന്നത്. അപ്പൊ ഒന്നുകൂടെ ശ്രദ്ധിച്ചിരിക്കുക, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം നിലനിന്നിരുന്ന ഒരു മുസ്ലിം സാമ്രാജ്യമായിരുന്നു മുഗൾ സാമ്രാജ്യം. ആ സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായിരുന്നു നമ്മുടെ ബാബർ. തിമൂറിന്റെ പിൻഗാമിയായിരുന്നു മുഗൾ സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ. ഇത്രയൊക്കെയാണല്ലോ. ഇദ്ദേഹത്തിന്റെ റവന്യൂ നിയമങ്ങളെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ റവന്യൂ സിസ്റ്റത്തെ എന്തു പേരിൽ അറിയപ്പെട്ടു? വാജ്. ഏതു പേരിലാണ് അറിയപ്പെട്ടത്? വാജ്. അദ്ദേഹത്തിന്റെ റവന്യൂ സമ്പ്രദായത്തെ എന്തെന്ന പേരിലാണ് അറിയപ്പെട്ടത്? വാജ് എന്നാണ് അറിയപ്പെട്ടത്. യുദ്ധത്തിലും അതുപോലെ തന്നെ സൈനികത്തിലും അങ്ങേയറ്റം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ബാബർ എന്ന് പറയുന്നത്. യുദ്ധം, സൈനികം, ഇതിലെല്ലാം അങ്ങേയറ്റം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ബാബർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് കൂടാതെ അതിന് മാത്രമല്ല സാഹിത്യത്തിലും പ്രാധാന്യം ഉണ്ടായിരുന്നു. സാഹിത്യത്തിലും അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ് അദ്ദേഹം എന്ത് ചെയ്തിരുന്നു, കൊടുത്തിരുന്നു. അപ്പൊ സിമ്പിൾ ആയിട്ട് നിങ്ങൾ പഠിക്കുക. വലിയ ആധികാരികളായിട്ട് ഒന്നും എന്ത് ചെയ്യണ്ട, പഠിക്കേണ്ട. സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. ബാബർ, ഒന്നുകൂടെ ശ്രദ്ധിച്ചിരിക്കാം, മുഗൾ സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ അല്ലെ. മുഗൾ സാമ്രാജ്യ സ്ഥാപകൻ. ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഭരിച്ചിരുന്ന ഒരു മുസ്ലിം സാമ്രാജ്യമായിരുന്നു ഏത്? യെസ്, കറക്റ്റ്, മുഗൾ സാമ്രാജ്യം. തിമൂറിന്റെ പിൻഗാമി. ബാബറിന്റെ റവന്യൂ സമ്പ്രദായങ്ങളെ വിളിച്ചിരുന്ന പേരാണ് എന്ത്? വാജ്. റവന്യൂ സമ്പ്രദായങ്ങളെ വിളിച്ച പേര് വാജ്. അദ്ദേഹത്തിന് യുദ്ധത്തിലും സൈനികത്തിലും ഒക്കെ പ്രാധാന്യം ഉണ്ടായിരുന്നു. എങ്കിലും അദ്ദേഹം എന്തില്? സാഹിത്യത്തിലും കലയിലും അദ്ദേഹത്തിന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. ഇത്രയും ഓക്കെ ആണോ? മനസ്സിലായോ? ക്ലിയർ? പിന്നെ അദ്ദേഹത്തിന് എന്തുണ്ടായിരുന്നു? ഒരു മിലിറ്ററി സമ്പ്രദായം ഉണ്ടായിരുന്നു. മിലിറ്ററി സമ്പ്രദായം എന്ന് പറയുന്നത് തന്റെ രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം സൈനികരെ അദ്ദേഹം എന്ത് ചെയ്തിരുന്നു? നിലനിർത്തിയിരുന്നു. ഒരു കൂട്ടം സൈനികരെ എന്ത് ചെയ്തിരുന്നു? നിലനിർത്തിയിരുന്നു. മിലിറ്ററി സമ്പ്രദായം. ലാൻഡ് റവന്യൂ സമ്പ്രദായം, അതായത് തന്റെ ലാൻഡിനെ, തന്റെ ആ ഒരു സിസ്റ്റം ഇരിക്കുന്ന അല്ലെങ്കിൽ തന്റെ സാമ്രാജ്യം ഇരിക്കുന്ന ലാൻഡിനെ അദ്ദേഹം ഫലഭൂഷ്ഠതയുടെയും ഉൽപാദനക്ഷമതയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം എന്ത് ചെയ്തു?
വേർതിരിച്ചു, അല്ലെങ്കിൽ എന്താണ് ആ സമ്പ്രദായത്തെ ഏകീകരിക്കുകയൊക്കെ ഉണ്ടായി. അപ്പൊ ഇവിടെ പറയുന്നു, നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, ബാബർ ലാൻഡിനെ അതിന്റെ ഫലഭൂഷ്ഠതയുടെ ഉൽപാദനക്ഷമതയുടെ അടിസ്ഥാനമാക്കി വിലയിരുത്തി ഇത് നികുതി പിരിവ് നൽകാനായിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, സഹായിച്ചു. മറ്റുള്ളവർക്ക് നികുതി പിരിവ് നൽകാനായിട്ട് എന്ത് ചെയ്തു, ഇതിലൂടെ കഴിഞ്ഞു. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ബാബറിന്റെ കാര്യങ്ങൾ പ്രധാനമായിട്ട് നമുക്ക് നോക്കാനുള്ളത്. ഒന്നുകൂടെ, ഒരു മിലിറ്ററി സമ്പ്രദായം ഉണ്ടായിരുന്നു, ഒരു ലാൻഡ് റവന്യൂ സമ്പ്രദായം അദ്ദേഹം എന്ത് ചെയ്തു, കൊണ്ട് വന്നിരുന്നു. സാഹിത്യം, വാണിജ്യം, എല്ലാത്തിലും അദ്ദേഹത്തിന് പ്രാധാന്യം ഉണ്ടായിരുന്നു. പിന്നെ ബാബർ ജഡ്ജിമാരെ നിയമിക്കുകയും നിയമവ്യവസ്ഥ ഏകീകരിക്കുകയും ചെയ്തു. ബാബർ ജഡ്ജിമാരെ നിയമിക്കുകയും നിയമവ്യവസ്ഥ ഏകീകരിക്കുകയും ചെയ്തു. ജഡ്ജിമാരെ എന്താണ്, കുറ്റം ചെയ്ത ശിക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ജഡ്ജിമാരെ എന്ത് ചെയ്തിരുന്നു, നിയമിച്ചിരുന്നു. കൂടാതെ എന്താണ്, ബാബർ തന്റെ സാമ്രാജ്യത്തിന്റെ വിസ്തൃതി കൂട്ടാനായിട്ട് ഒരുപാട് ശ്രമിച്ചു. റോഡ്, ജലഗതാഗതം, അതുപോലെ തന്നെ നമ്മുടെ ജലസേചന മാർഗങ്ങൾ, ഇതെല്ലാം അദ്ദേഹം കൊണ്ടുവന്നു. അദ്ദേഹത്തിന്റെ സംഭാവനകളായിരുന്നു. റോഡ് എന്ത് ചെയ്തു, പണി കഴിപ്പിച്ചു. ജലസേചനം, ജലഗതാഗതം, അങ്ങനെയുള്ള വാണിജ്യ മേഖലകൾ, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചു. പിന്നെ എല്ലാ മതങ്ങളോടും, ഒരു മുസ്ലിം ഭരണാധികാരിയായിരുന്നു നമുക്കറിയാം ബാബർ. പക്ഷെ എന്നിരുന്നാലും എല്ലാ മതങ്ങളോടും അദ്ദേഹത്തിന് എന്തുണ്ടായിരുന്നു, ഒരു സഹിഷ്ണുത അല്ലെങ്കിൽ മതസഹിഷ്ണുത വച്ച് പുലർത്തിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു ബാബർ എന്ന് പറയുന്നത്. ഇത്രയുമാണ് നമുക്ക് പ്രധാനമായിട്ട് ബാബറിന്റെ കാര്യത്തിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഒന്നുകൂടെ ഞാൻ ക്രോഡീകരിച്ചു തരാം, നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ഇങ്ങോട്ടൊന്ന് പറയാൻ ശ്രമിക്കുക, അപ്പൊ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാകും. ഒന്നുകൂടെ, ബാബർ ആരായിരുന്നു, മുസ്ലിം സാമ്രാജ്യമായിരുന്ന മുഗൾ സാമ്രാജ്യത്തിലെ സ്ഥാപകനായിരുന്നു നമ്മുടെ ബാബർ. തിമൂറിന്റെ പിൻഗാമിയായിരുന്നു. ഇവിടെ പറയുന്നുണ്ട്, റവന്യൂ നിയമങ്ങളെ, അദ്ദേഹത്തിന് റവന്യൂ നിയമങ്ങളെ വിളിച്ച പേരെന്താണ്, വാജ്. ഒരു മിലിറ്ററി സമ്പ്രദായം അദ്ദേഹം എന്ത് ചെയ്തിരുന്നു, കൊണ്ടു വന്നിരുന്നു. കൂടാതെ ലാൻഡ് റവന്യൂ സമ്പ്രദായം, തന്റെ സാമ്രാജ്യത്തെ എന്ത് ചെയ്തു, ലാൻഡിനെ എന്ത് ചെയ്തു, ഒരു സമ്പ്രദായമൊക്കെ കൊണ്ടുവന്നിരുന്നു. കൂടാതെ എന്താണ്, സൈന്യത്തിലും അതുപോലെ തന്നെ എന്താണ്, യുദ്ധത്തിലും പ്രാധാന്യം ഉണ്ടായിരുന്നു. അതിൽ മാത്രമല്ല, സാഹിത്യത്തിലും അതുപോലെ തന്നെ കലയിലും ഒക്കെ അദ്ദേഹത്തിന് പ്രാധാന്യം ഉണ്ടായിരുന്നു. ഒരു മുസ്ലിം ഭരണാധികാരി ആയിരുന്നിട്ടും തന്റെ എന്താണ്, എല്ലാ മതങ്ങളോടും അദ്ദേഹം ഒരു നല്ല അനുഭവമാണ് എന്ത് ചെയ്തത്, കീപ്പ് ചെയ്ത് പോയിരുന്നത്. അതായത് എല്ലാ മതങ്ങളെ അദ്ദേഹം സ്നേഹിക്കുകയും എല്ലാ മതത്തിലും നല്ല സാരാംശങ്ങളെ ഉൾക്കൊള്ളുകയും ഒരു മതസഹിഷ്ണുതമായിട്ടുള്ള ഒരു നേതാവായിരുന്നു, ഒരു ഭരണാധികാരിയായിരുന്നു ബാബർ എന്ന് പറയുന്നത്. പിന്നെ എന്താ പറയുന്നത്, പിന്നെ എന്താ നമ്മൾ ലാസ്റ്റ് ആയിട്ട് നമ്മൾ നോക്കിയത്, അദ്ദേഹത്തിന്റെ എന്താണ്, റോഡ്, അതുപോലെ തന്നെ ജലഗതാഗതം, അതുപോലെ തന്നെ നമ്മുടെ ജലസേചന പദ്ധതികളെ ഒക്കെ അദ്ദേഹം എന്ത് ചെയ്തു, കോൺട്രിബ്യൂട്ട് ചെയ്തു. അപ്പൊ ഇതൊക്കെ എന്താണ്, തന്റെ രാജ്യത്തെ നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് ബാബർ ചെയ്ത അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ് അല്ലെങ്കിൽ സംഭാവനകളായിട്ട് നമുക്ക് കരുതാം. ക്ലിയർ ആണോ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഓക്കെ ആണോ? ബാബർ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് വന്നിട്ട് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ശിവജി അല്ലെ? ശിവജി നമുക്കറിയാം, ഛത്രപതി ശിവജി എന്നാണ് അറിയപ്പെടുന്നത്. ഛത്രപതി ശിവജി എന്നാണ് അറിയപ്പെടുന്നത്. തന്റെ രാജ്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ധാരാളം കോട്ടകൾ പണികഴിപ്പിച്ച ഭരണാധികാരിയായിരുന്നു ശിവജി. തന്റെ രാജ്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ധാരാളം കോട്ടകൾ പണികഴിപ്പിക്കുകയും തന്റെ രാജ്യത്തിന്റെ വിസ്തൃതി കൂട്ടാനായിട്ട് ധാരാളം എന്താണ്, സംഭാവനകൾ ചെലുത്തിയ വ്യക്തിയുമായിരുന്നു ശിവജി എന്ന് പറയുന്നത്. ക്ലിയർ? തന്റെ രാജ്യത്തെ മറ്റ് ഒരു രാജ്യക്കാരും ആക്രമിക്കാതിരിക്കാനായിട്ട് കോട്ടകൾ പണികഴിപ്പിക്കുകയും അതുപോലെ തന്നെ തന്റെ രാജ്യത്തെ വിസ്തൃതി കൂട്ടാനായിട്ട് ധാരാളം സംഭാവനകൾ നൽകിയ വ്യക്തിയായിരുന്നു ശിവജി. മുഴുവൻ പേര് എന്തായിരുന്നു? ഛത്രപതി ശിവജി. ഇവിടെ എന്താ പറയുന്നത്, 1657 ഇദ്ദേഹം ആരുമായിട്ട്, മുഗളന്മാരുമായിട്ട് ഏറ്റുമുട്ടുക. ഇത് മുഗൾ വംശത്തിലുള്ള വ്യക്തിയല്ല കേട്ടോ. എന്താണ് ഇവിടെ പറയുന്നത്, നമ്മുടെ ചാപ്റ്ററിന്റെ പേര് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് മുഗൾ റൂൾ ആണെങ്കിലും ഇദ്ദേഹം വന്നിട്ട് ഒരു എന്താണ്, മുഗളിലുള്ള എംപറർ അല്ല. ഇദ്ദേഹം വന്നിട്ട് എന്താണ്, മറാത്ത ആ ഒരു പ്രവിശ്യയിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. മുഗൾ സാമ്രാജ്യത്തെ എങ്ങനെയെങ്കിലും എന്ത് ചെയ്യുക, അടിച്ചമർത്തുക എന്ന ദൃഢനിശ്ചയത്തോട് വന്ന വ്യക്തിയാണ് ശിവജി. ഇവിടെ പറയുന്നുണ്ട് 1657 മുഗളന്മാരുമായിട്ട് ഇദ്ദേഹം എന്ത് ചെയ്യുന്നത്, ഏറ്റുമുട്ടുന്നത്, അതായത് ഫൈറ്റ് നടത്തുന്നത് 1657 1657 എന്ത് നടക്കുന്നു, യുദ്ധം നടക്കുന്നുണ്ട്.
മുഗൾ സാമ്രാജ്യത്തിൽ നിന്ന് പൂർണ്ണമായും വേർപെടുത്താനായിട്ട് ഇദ്ദേഹം എന്ത് ചെയ്തു? ആഗ്രഹിച്ചു. മുഗൾ സാമ്രാജ്യത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് എന്ത് ചെയ്യുക? വേർപെടുത്തുക. മുഗൾ സാമ്രാജ്യം വേണ്ട, അതിനെ അപ്പാടെ എന്ത് ചെയ്യുക? തുടച്ചു മാറ്റുക എന്ന ദൃഢനിശ്ചയത്തോടു കൂടി വന്ന വ്യക്തിയാണ് നമ്മുടെ ശിവജി. മനസ്സിലായോ? അപ്പൊ ഒന്നുകൂടെ ശിവജി നമുക്ക് പരിചയപ്പെടാം. ശിവജി എന്താണ് മുഴുവൻ പേര്? ഛത്രപതി ശിവജി എന്നാണ്. തന്റെ രാജ്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ധാരാളം കോട്ടകളും അതുപോലെ തന്നെ എന്താണ് തന്റെ വിസ്തൃതി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ധാരാളം സംഭാവനകൾ ചെലുത്തിയ വ്യക്തിയാണ് ശിവജി എന്ന് പറയുന്നത്. 1657 അല്ലെ ഇദ്ദേഹം എന്ത് ചെയ്യുന്നു? മുഗളന്മാരുമായിട്ട് ഏറ്റുമുട്ടുകയും മുഗൾ സാമ്രാജ്യത്തെ എന്താണ് അപ്പാടെ തുടച്ചു മാറ്റുക എന്ന ദൃഢനിശ്ചയത്തോടു കൂടി വന്ന വ്യക്തിയുമാണ് ഛത്രപതി ശിവജി എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ ഭരണത്തെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു എന്താണ് സിസ്റ്റം ആയിരുന്നു അഷ്ടപ്രധാൻ. അഷ്ടം എന്ന് പറയുമ്പോൾ എത്രയാണ്? നിങ്ങൾക്കറിയാം അഷ്ടം എന്ന് പറയുമ്പോൾ എത്രയാണ്? 8 അല്ലെ 8 പേരടങ്ങുന്ന ഒരു സമിതി അദ്ദേഹം എന്ത് ചെയ്തു? രൂപീകരിച്ചു. 8 പേരടങ്ങുന്ന അതാണ് അഷ്ടപ്രധാൻ. അഷ്ടം 8 അല്ലെ 8 പേര് 8 പേരടങ്ങുന്ന ഒരു സമിതിയെ അദ്ദേഹം എന്ത് ചെയ്തു? രൂപീകരിച്ചു. അതാണ് ഇവിടെ ടീച്ചർ എന്ത് ചെയ്തിരിക്കുന്നത്? കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഓരോന്നായിട്ട് നോക്കിക്കോ. പേർഷ്യ ഒന്നാമത്തത് എന്താണ്? പേർഷ്യ, അതായത് പ്രധാനമന്ത്രിയെ വിളിച്ച പേരാണ് എന്ത്? പേർഷ്യ. അടുത്തത് എന്താണ്? അമാത്യ. അമാത്യ എന്ന് പറയുന്നത് ധനമന്ത്രി, അതായത് ധനപരമായ കാര്യങ്ങളിൽ സഹായിക്കുന്ന വ്യക്തിയാണ് ധനമന്ത്രി. വാഹ്യനവ്സ് എന്ന് വെച്ചാൽ രാഷ്ട്രീയ സെക്രട്ടറി, അദ്ദേഹത്തെ ഭരണത്തെ എന്താണ് രാഷ്ട്രീയ കാര്യങ്ങളിൽ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള വ്യക്തി. വാഹ്യനവ്സ് രാഷ്ട്രീയ സെക്രട്ടറി. 4 ഷുർനാവിസ് സൂപ്രണ്ട് അല്ലെ. ഷുർനാവിസ് എന്ന് പറയുമ്പോ സൂപ്രണ്ട്. ദാബിർ എന്ന് പറഞ്ഞാൽ എന്താണ്? വിദേശകാര്യ സെക്രട്ടറി. അതായത് നമ്മളിപ്പോ പറയാം നമ്മുടെ ആഭ്യന്തരകാര്യ വകുപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഫോറിൻ അലയൻസ് എന്നൊക്കെ പറയുന്നത് പോലെ വിദേശകാര്യ സെക്രട്ടറിയാണ് ദാബിർ എന്ന് അദ്ദേഹം ആ ഒരു സമിതിയിൽ എന്ത് ചെയ്തിരുന്നത്? അറിയപ്പെട്ടിരുന്നത്. അടുത്തത് സേനാധിപതി, കമാൻഡർ ഇൻ ചീഫ്. യുദ്ധം പറയുമ്പോൾ യുദ്ധം എന്ത് ചെയ്യുക? പുറപ്പെടുവിക്കുന്ന ആ ഒരു സൈന്യത്തിന്റെ വിഭാഗത്തെയാണെന്ന് വിളിക്കുന്നത് കമാൻഡർ ഇൻ ചീഫ് അല്ലെങ്കിൽ സേനാധിപതി. അടുത്ത് പണ്ഡിറ്റ് റാവു, സഭാ തലവൻ. അദ്ദേഹത്തിന്റെ എന്താണ് സഭയിലെ അല്ലെങ്കിൽ എന്താണ് മെയിൻ ആയിട്ടുള്ള ഒരാളെ എന്ത് വിളിക്കുന്നു? പണ്ഡിറ്റ് റാവു അല്ലെങ്കിൽ സഭാ തലവൻ. 8 ന്യായാധീഷ്. പേരിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി, ന്യായം വിധിക്കുന്നവൻ. കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അതിന് നീതി ഉറപ്പാക്കുന്നവൻ ആരാണ്? ചീഫ് ജസ്റ്റിസ്. നമ്മളിവിടെ എന്ത് പറയും? വക്കീലെന്നും ജഡ്ജി എന്നും ചീഫ് ജസ്റ്റിസ് എന്നൊക്കെ പറയുന്നത് പോലെ അന്നേരം എന്താണ് അറിയപ്പെട്ടത്? ന്യായാധീഷ്. അടുത്ത ഇത്രയാണ് അദ്ദേഹത്തിന് 8 എന്ന് പറയുന്നത് അഷ്ടപ്രധാന മേഖലകളിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ഒന്നുകൂടെ പേർഷ്യ, അമാത്യ, വാഹ്യാനസ്, ഷുർനാവിസ്, ദാബിർ, സേനാധിപതി, പണ്ഡിറ്റ് റാവു, ന്യായാധീഷ്. ഇങ്ങനെ 8 പേരടങ്ങുന്ന അഷ്ടപ്രധാൻ ആര് കൊണ്ടുവന്നു? നമ്മുടെ ശിവജി കൊണ്ടുവന്നു. ഇതില് ഇവർക്ക് എല്ലാവർക്കും ഓരോ പദവികൾ നൽകുകയും ആ പദവികൾ വൃത്തിയായിട്ടും ചിട്ടയോടും കാര്യക്ഷമതയോടും ചെയ്യാനായിട്ട് ഇദ്ദേഹം എന്ത് ചെയ്തു? ഇവരോടെല്ലാം ആഹ്വാനം ചെയ്തു. അതുകൊണ്ട് തന്നെ ഛത്രപതി ശിവജിയുടെ ഭരണം എങ്ങനെയായിരുന്നു? വളരെ സിസ്റ്റമാറ്റിക് ആയിരുന്നു. സിസ്റ്റമാറ്റിക് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? അങ്ങനെ വലിയ അലങ്കോലോ അങ്ങനെ ഒന്നുമില്ലാതെ ഒരു ക്രമമായ രീതിയിലുള്ള ഒരു ഭരണമായിരുന്നു ശിവജി എന്ത് ചെയ്തിരുന്നത്? കൊണ്ടുവന്നിരുന്നത്. അതിന് അദ്ദേഹത്തെ സഹായിച്ച സംഘടനയുടെ പേര് അല്ലെങ്കിൽ അതിനെയാണ് എന്ത് വിളിക്കുന്നത്? അഷ്ടപ്രധാൻ. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ പറയുന്നു 8 മന്ത്രിമാരുടെ ഒരു കൗൺസിൽ രൂപീകരിക്കുകയും അവർക്ക് ഓരോ പദവികൾ നൽകുകയും ചെയ്തു. മനസ്സിലായോ? ഈ സെക്രട്ടറിമാരായിട്ട് പ്രവർത്തിക്കുകയും ആ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് നമ്മുടെ ശിവജിയുടെ ഭരണം എന്ത് ചെയ്തു? കുറച്ചുകൂടെ എന്താണ് ഉയർന്നു വരികയും ചെയ്തു. ഇത്രയുമാണ് നമുക്ക് ശിവജിയുടെ ആ ഒരു ഘടകത്തിൽ നിന്ന് പഠിക്കാനുള്ളത്. എക്സാമിന് ചിലപ്പോൾ 2 മാർക്കിന് അഷ്ടപ്രധാൻ എന്താണെന്ന് ചോദിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? എങ്ങനെയാ എഴുതാനുള്ളത്? ശിവജിയെ ഭരണത്തിൽ സഹായിക്കാൻ വേണ്ടിയിട്ട് ശിവജി 8 പേരടങ്ങുന്ന ഒരു സമിതിയെ കൊണ്ടുവന്നു. അതാണ് അഷ്ടപ്രധാൻ എന്ന് അറിയപ്പെടുന്നത്. ആ 8 പേരാണ് പേർഷ്യ, അമാത്യ, വാഹ്യനസ്, ഷുർവാനിസ്, പിന്നെന്താണ് ദാബിർ, സേനാധിപതി, പണ്ഡിറ്റ് റാവു, ന്യായാധീഷ് എന്നറിയപ്പെടുന്ന 8 പേരടങ്ങുന്ന അഷ്ടപ്രധാൻ. ക്ലിയർ ആണോ? മനസ്സിലായോ? ഇവർക്ക് എന്താണ് ഫുൾ റൈറ്റും കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇവർക്ക് എന്താണ് മേൽനോട്ടം മാത്രമാണ് ആര് വഹിച്ചത്? ശിവജി അല്ലെ. ഇവർക്ക് എല്ലാവർക്കും ഓരോ എന്താണ് മേൽനോട്ടം മാത്രം ആരാണ് വഹിച്ചത്? ശിവജി വഹിക്കുകയും അക്കൗണ്ട്സ് വകുപ്പുകളിൽ അല്ലെങ്കിൽ കണക്ക് കാര്യങ്ങളിൽ അദ്ദേഹം എന്ത് ചെയ്തില്ല? ഇടപെട്ടില്ല. അതാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത ആയിരുന്നു. പക്ഷേ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് രാഷ്ട്ര തലവൻ ആര് തന്നെയായിരുന്നു? ശിവജി തന്നെയായിരുന്നു. തലവൻ ആര് തന്നെയാണ്? എപ്പോഴും ശിവജി തന്നെയായിരുന്നു രാഷ്ട്ര തലവൻ എന്ന് പറയുന്നത്.
ക്ലിയർ ആണോ? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. ഇനി ഇദ്ദേഹത്തിന്റെ രണ്ട് തരത്തിലുള്ള നികുതികൾ ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ രണ്ട് തരത്തിലുള്ള നികുതികൾ ഉണ്ടായിരുന്നു. ഒന്ന് ചൗദ് എന്നും രണ്ടാമത് സർദേശ് മുഹി എന്ന് അറിയപ്പെട്ടു. ഒന്ന് ചൗദ് എന്നും രണ്ട് സർദേശ് മുഹി എന്ന് അറിയപ്പെട്ടു. സർദേശ് മുഹി എന്ന് പറയുന്നത് എന്താണ്? പിടിച്ചെടുക്കപ്പെട്ട രാജ്യങ്ങളിൽ നിന്ന് ഈടാക്കിയ നികുതിയാണ് സർദേശ് മുഹി എന്ന് പറയുന്നത്. പിടിച്ചെടുക്കപ്പെട്ട ശത്രു രാജ്യങ്ങളിൽ നിന്ന്, അല്ലെ, ശത്രു എനിമീസ് ആയിട്ടുള്ള കൺട്രീസിൽ നിന്ന് എന്ത് ചെയ്തു? പിടിച്ചെടുക്കപ്പെട്ട നികുതിനെയാണ് എന്ത് വിളിക്കുന്നത്? സർദേശ് മുഹി എന്ന് വിളിക്കുന്നത്. അപ്പൊ ഒന്നുകൂടെ രണ്ട് തരത്തിലുള്ള നികുതികൾ ഉണ്ടായിരുന്നു. ഒന്ന് ചൗത്ത്, രണ്ട് സർദേശ് മുഹി. ചൗത്ത് എന്നും സർദേശ് മുഹി എന്നും അറിയപ്പെട്ടതിൽ സർദേശ് മുഹി എന്താണ്? പിടിച്ചെടുക്കപ്പെട്ട ശത്രു രാജ്യങ്ങളിൽ നിന്ന് ഈടാക്കിയിരുന്ന നികുതിനെയാണ് സർദേശ് മുഹി എന്ന് പറഞ്ഞിരുന്നത്. ക്ലിയർ ആണോ? ശിവജി എന്താ ചെയ്തത്? 53-ാമത്തെ വയസ്സിൽ അദ്ദേഹം എന്ത് ചെയ്തു? മരിക്കുകയുണ്ടായി. വളരെ ചെറുപ്പത്തിൽ തന്നെ എന്ത് ചെയ്തു? അദ്ദേഹം മരിക്കുകയുണ്ടായി. അപ്പം ശിവജീനെ കുറിച്ച് ഒന്നുകൂടെ നമുക്ക് നോക്കാം. ശിവജി എന്ന് പറയുമ്പോൾ ഛത്രപതി ശിവജി എന്നാണ് നമ്മുടെ ഫുൾ പേര് വരുന്നത്. ശിവജി എങ്ങനെയായിരുന്നു? ഭരണത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? അങ്ങേയറ്റം അഹോരാത്രം പ്രവർത്തിച്ച ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് തന്റെ ഭരണത്തിൽ എന്ത് ചെയ്തു? തന്നെ സഹായിക്കാനായിട്ട് 8 പേരടങ്ങുന്ന അഷ്ടപ്രധാൻ എന്നറിയപ്പെടുന്ന ഒരു സമിതി അദ്ദേഹം കൊണ്ടുവന്നു. പേഷ്യയെന്നും അമാത്യയെന്നും മഹ്യവനാസ് എന്നും ഷുർനാവിസ് എന്നും ദാബീർ, സേനാധിപതി, പണ്ഡിറ്റ് റാവു, ന്യായാധീശ്, അങ്ങനെ 8 പേരടങ്ങുന്ന ഇവരില് എന്താണ്? മേൽനോട്ടം മാത്രമാണ്, രാഷ്ട്രത്തലവൻ മാത്രമായിരുന്നു നമ്മുടെ ശിവജി എന്ന് പറയുന്നത്. ഇവരുടെ അക്കൗണ്ട്സ് സെക്ഷനിലൊന്നും ആര് കൈ കടത്തിയിരുന്നില്ല? ശിവജി കൈ കടത്തിയിരുന്നില്ല. കാരണം എല്ലാത്തിനും മേൽനോട്ടം ആരായിരുന്നു? തലവൻ ആരായിരുന്നു? ശിവജി ആയിരുന്നു. പിന്നെ എന്താണ്? തന്റെ രാജ്യത്തെ പ്രവിശ്യകളായിട്ടൊക്കെ അദ്ദേഹം എന്തു ചെയ്തു? തിരിച്ചിരുന്നു. ക്ലിയർ ആണല്ലോ? ഇവർ എല്ലാവരും ചേർന്ന് ശിവജിയുടെ ഭരണത്തെ എന്താണ്? സുന്ദരമാക്കി കൊടുക്കുകയുണ്ടായി. 53-ാമത്തെ വയസ്സിൽ അദ്ദേഹം എന്ത് ചെയ്തു? നിര്യാതനായി. 2 നികുതികളാണ് പ്രധാനമായിട്ടുമുള്ളത്, ചൗത്ത് എന്നും സർദേശ് മുഹി എന്നും. സർദേശ് മുഹി എന്ന് പറയുന്നത് പിടിച്ചെടുക്കപ്പെട്ട പ്രദേശങ്ങളിൽ നിന്ന് ഈടാക്കിയ നികുതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? സർദേശ് മുഹി. ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? അങ്ങനെ 2 ക്വസ്റ്റ്യൻ നമ്മൾ നോക്കിയിട്ടുണ്ട്. ഒന്ന് വന്നിട്ട് ശിവജി, 2 ബാബർ. മൂന്നാമത് നമുക്ക് നോക്കാനുള്ള ആരാ അറിയോ? മൂന്നാമത്തത് ഷേർഷാ. ഇവിടെ കൊടുത്തിട്ടുണ്ട് ഷേർഷാ. ഷേർഷാ എന്ന് പറയുന്നത് ആരാണ്? എന്താണ്? നമ്മുടെ ശിവജിയെ പോലെയും അതുപോലെ തന്നെ ബാബറിനെ പോലെയൊക്കെ ഒരു സ്വാധീനം ചെലുത്തിയ ഒരു ഭരണാധികാരിയായിരുന്നു ഷേർഷാ എന്ന് പറയുന്നത്, അല്ലെ? മധ്യകാല ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഭരണാധികാരികളിൽ ഒന്നായിരുന്നു ഷേർഷാ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഭരണത്തിലെ 4 കേന്ദ്ര വകുപ്പുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കാം. അതിനേക്കാൾ മുമ്പേ നമുക്ക് നോക്കാനുള്ള 2 കാര്യങ്ങളാണ്. എന്താണ്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ശാശ്വതമായ സ്വാധീനം ചെലുത്തിയ ഒരു ഭരണാധികാരിയായിരുന്നു ഷേർഷാ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ശാശ്വതം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സ്റ്റേബിൾ ആയിട്ടുള്ള, മാറിപ്പോകാതെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഭരണം കാഴ്ചവെച്ച വ്യക്തിയായിരുന്നു ഷേർഷാ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന് വേറൊരു പ്രധാനപ്പെട്ട ഒരു ഘടകമുണ്ട്. ഏകദേശം 5 വർഷം ഇന്ത്യയിൽ ഭരിച്ചിരുന്ന ചക്രവർത്തിമാരിൽ ഒരാളായിരുന്നു ഷേർഷാ. അതായത് ഏറ്റവും കൂടുതൽ കാലം 5 വർഷം ഭരിച്ച ഇന്ത്യയിലെ ഏറ്റവും വലിയ ചക്രവർത്തിമാരിൽ ഒരാളായിരുന്നു ഷേർഷാ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പം ഷേർഷായുടെ 4 വകുപ്പുകൾ ഇനി പരിചയപ്പെടാം. 4 കേന്ദ്ര വകുപ്പുകൾ ഉണ്ടായിരുന്നു. ഒന്ന് ദിവാൻ ഇ അർസ് എന്ന് പറയുന്നത് മിലിറ്ററിയിലെ ആ ഒരു സൈന്യത്തിലെ ഒരു വ്യക്തിനെ അല്ലെങ്കിൽ ആ ഒരു ഭരണ തലവനെയാണ് എന്ത് പേരിൽ അറിയപ്പെട്ടത്? ദിവാൻ ഇ അർസ്. രണ്ടാമത്തത് ദിവാൻ ഇ റസാലത്ത്, വിദേശ മതം, അല്ലെ? വിദേശവും മതവുമായിട്ടുള്ള ബന്ധത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് ഈ റസാലത്ത്. മൂന്നാമത്തത് ഈ ഇൻഷാ, റോയൽ സെക്രട്ടറിയേറ്റ്. റോയൽ സെക്രട്ടറിയേറ്റ് എന്നറിയപ്പെടുന്ന വ്യക്തി. ഇത് ഇങ്ങനെ തന്നെ പഠിക്കുക. ഇത് പഠിക്കാൻ വേറെ കോഡോ അല്ല, ഒന്നും നിങ്ങൾ കാണാതെ പഠിക്കുക മാത്രമാണ് ഇതിന്റെ പോം വഴി എന്ന് പറയുന്നത്. ഈ ഇൻഷാ, ദിവാൻ ഇ ഇൻഷാ എന്ന് പറയുന്നത് റോയൽ സെക്രട്ടറിയേറ്റ്. അടുത്തത് ദിവാൻ ഇ വിചാരത്ത് എന്ന് പറയുന്നത് ധനകാര്യ വകുപ്പ്. അതായത് ഷേർഷാ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും ഭരണാധികാരികളുടെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു ഷേർഷാ എന്ന് പറയുന്നത്. ഏകദേശം 5 വർഷം ഭരിച്ച ചക്രവർത്തിമാരിൽ ഒരാളായിരുന്നു ഷേർഷാ എന്ന് പറയുന്നത്.
അദ്ദേഹത്തിന്റെ 4 കേന്ദ്ര വകുപ്പുകളാണുള്ളത്. ഒന്നാമത്തത് ദിവാൻ ഇ അർസ്, മിലിറ്ററി ഉദ്യോഗസ്ഥനെയാണ് എന്ത് വിളിച്ചത്? ദിവാൻ ഇ അർസ്. രണ്ടാമത്തത് ദിവാൻ ഇ റസാലത്ത് എന്ന് പറയുന്നത് വിദേശവും മതവും കൈകാര്യം ചെയ്യുന്ന വ്യക്തിനെയാണ് ദിവാൻ ഇ റസാലത്ത് എന്ന് അറിയപ്പെട്ടത്. അടുത്ത ദിവാൻ ഇ ഇൻഷ എന്ന് പറയുന്നത് റോയൽ സെക്രട്ടേറിയറ്റ്, റോയൽ സെക്രട്ടേറിയറ്റിനെയാണ് ദിവാൻ ഇ ഇൻഷ എന്ന് പറയപ്പെടുന്നത്. അടുത്ത് ദിവാൻ ഇ വിചാരത്ത് എന്നറിയപ്പെടുന്നത് ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വ്യക്തിയെയാണ് ഈ ദിവാൻ ഇ വിചാരത്ത് എന്ന് അറിയപ്പെട്ടത്. മനസ്സിലായോ? ഇനി ഇദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ ആണ് ഇവിടെ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. മുഗൾ നാണയത്തിന്റെ സവിശേഷത ഡ്രൈ മെറ്റലിസം. ഡ്രൈ മെറ്റലിസം എന്ന കോൺട്രിബ്യൂഷൻ കൊണ്ടുവന്ന വ്യക്തിയായിരുന്നു നമ്മുടെ ഷേർഷാ എന്ന് പറയുന്നത്. ഡ്രൈ മെറ്റലിസം എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം? മുഗൾ നാണയത്തിന്റെ സവിശേഷതയായ ഡ്രൈ മെറ്റലിസം എന്ന് പറയുന്ന ആ ഒരു സംഹിത അല്ലെങ്കിൽ ആ ഒരു സംഭാവന കൊണ്ടുവന്ന വ്യക്തിയാണ് ഷേർഷാ. മനസ്സിലായോ? അപ്പൊ ഷേർഷാ പഠിക്കുമ്പോൾ ഇനിയും വീണ്ടും നമ്മൾ ആദ്യം തൊട്ട് നമ്മൾ പഠിച്ചു വരികയാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും ശ്രദ്ധേയനായ വ്യക്തി, 5 വർഷം ഭരിച്ച ചക്രവർത്തിമാരിൽ ഒരാളാണ് അല്ലെ. 5 വർഷമാണ് എന്ത് ചെയ്തത്? അദ്ദേഹം ഇന്ത്യയിൽ ഭരിച്ചിരുന്ന ചക്രവർത്തിയാണ്. 4 കേന്ദ്ര വകുപ്പുകളാണുള്ളത്. ഡ്രൈ മെറ്റലിസം, ഇങ്ങനെ 4 പോയിന്റ് വീതം നിങ്ങൾ പഠിച്ചു വെക്കാം. ഡ്രൈ മെറ്റലിസം കൊണ്ടുവന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ഷേർഷാ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന് കുറച്ച് ലാൻഡ് റവന്യൂ പരിഷ്കാരങ്ങളുണ്ട്, നമുക്ക് അതാണ് ഇനി പഠിക്കാനുള്ളത്. ഭൂമി അളക്കുന്നതിനും റവന്യൂ ശേഖരണത്തിനും കൂടുതൽ ചിട്ടയായ സമീപനം കൊണ്ടുവന്ന വ്യക്തിയായിരുന്നു ഷേർഷാ. ഭൂമി അളക്കുന്നതിനും എല്ലാത്തിനും ഒരു സിസ്റ്റമാറ്റിക് ചിട്ടയായ ഒരു രീതി. അതായത് നമുക്കറിയാം, ഇപ്പൊ നാട്ടിൻ പുറത്തായാലും നമുക്ക് എല്ലാവർക്കും നടക്കുന്നതാണ് അതിര് പ്രശ്നം എന്ന് പറയാം അല്ലെ. അതിർ പ്രശ്നം അല്ലെ, അത് എന്താണ്? നേരെ എന്താ ചെയ്യാത്തത് കൊണ്ടാണ്? ഒരു അളവ് സിസ്റ്റം അല്ലെങ്കിൽ അതെന്താണ് അതിൽ കാണിക്കുന്ന ഇൻകറപ്ഷൻ, അങ്ങനെയുള്ള രീതികളിലൂടെയൊക്കെയാണ് നമുക്ക് പോകുന്നത്. ഇവിടെ അങ്ങനെയല്ല, ചിട്ടയായ രീതിയിലുള്ള ഒരു സിസ്റ്റമാറ്റിക്കുള്ള ഒരു അളന്ന് എന്ത് ചെയ്യുക, മാറ്റുന്ന രീതിയായിരുന്നു ഷേർഷാ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ ഒന്നുകൂടെ ഇവിടെ എന്താണ്? ഭൂമി അളക്കുന്നതിനും റവന്യൂ ശേഖരണത്തിനും കൂടുതൽ ചിട്ടയായ സമീപനം അദ്ദേഹം എന്ത് ചെയ്തു? കൊണ്ടുവന്നു. പിന്നെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷൻ ആണ് റുപ്പിയ. റുപ്പിയ എന്ന നാണയം കൊണ്ടുവന്നത് അദ്ദേഹമാണ്. റുപ്പിയ എന്ന നാണയം കൊണ്ടുവന്നത് അദ്ദേഹമാണ്. ഈ റുപ്പിയ വന്നതോടുകൂടി എന്താണ്? കച്ചവട മാർഗത്തിനൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിട്ട് മാറുകയാണ്. കച്ചവട ബന്ധത്തിനായാലും വ്യാപാര ബന്ധത്തിനായാലും ഒക്കെ എന്താണ്? റുപ്പിയയുടെ കോൺട്രിബ്യൂഷൻ വളരെയധികം എടുത്തു പറയേണ്ടതാണ്. അപ്പൊ ഡ്രൈ മെറ്റലിസം, റുപ്പിയ, അതുപോലെ തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ട് എന്ത് ചെയ്തു? അളന്ന് സ്ഥലത്തെ തിട്ടപ്പെടുത്തി. ഓക്കെ, ഇനി സൈന്യത്തെ പുനഃസംഘടിപ്പിച്ചു. മിലിറ്ററി എന്ത് ചെയ്തു? കുറച്ചുകൂടെ സടകുടഞ്ഞ് എഴുന്നേക്കുന്ന രീതിയിൽ എന്ത് ചെയ്തു? കുറച്ചുകൂടെ എന്ത് ചെയ്തു? പുനഃസംഘടിപ്പിക്കുകയുണ്ടായി. കൂടുതൽ അച്ചടക്കവും അതുപോലെ തന്നെ കാര്യക്ഷമമായ രീതി അദ്ദേഹം കോൺട്രിബ്യൂഷൻ ചെയ്തു. പിന്നെ തന്റെ സാമ്രാജ്യ സുരക്ഷ ഉറപ്പാക്കാൻ കോട്ടകൾ നിർമ്മിച്ചു. അദ്ദേഹം ധാരാളം കോട്ടകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം മറ്റു രാജ്യങ്ങളിലുള്ളവർ എന്ത് ചെയ്യാതിരിക്കാനാണ് ഇത് ചെയ്യുന്നത്? കോട്ടകള് ആക്രമിക്കാതിരിക്കാൻ, അറ്റാക്ക് ചെയ്യാതിരിക്കാനാണ് കോട്ടകൾ എന്ത് ചെയ്യുന്നത്? പണി കഴിപ്പിക്കും. അങ്ങനെ ധാരാളം കോട്ടകൾ അദ്ദേഹം എന്ത് ചെയ്തു? പണി കഴിപ്പിച്ചു. പിന്നെ കർക്കശമായ നീതിന്യായം നടപ്പിലാക്കിക്കൊണ്ട് അദ്ദേഹം ശക്തമായ ക്രമസമാധാന പരിപാലനം അല്ലെങ്കിൽ എന്താണ്? നീതിന്യായ വ്യവസ്ഥ, നല്ലൊരു നീതിന്യായ വ്യവസ്ഥ അദ്ദേഹം കീപ്പ് ചെയ്തു പോകുന്നു. അതായത് തെറ്റ് ചെയ്യുന്നവന് ശിക്ഷ, അല്ലാതെ ഉയർന്നവനെന്നോ താഴ്ന്നവനെന്നോ അങ്ങനെയൊന്ന ഒരു വേർതിരിവില്ലാതെ എല്ലാവർക്കും നീതിന്യായ സംവിധാനം ഒരുപോലെ അദ്ദേഹം എന്ത് ചെയ്തു? കൊണ്ടുവന്നു. നമ്മൾ ആരെ കുറിച്ചാണ് പഠിക്കുന്നത്? അക്ബർ ആണോ? അല്ല, ഷേർഷയാണ്. അപ്പൊ ഷേർഷാ എന്താണ്? ഒന്നുകൂടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. ആരാണ്? ചക്രവർത്തിമാരിൽ ഒരാളായിരുന്നു ഷേർഷാ. 5 വർഷം, ഏറ്റവും കൂടുതൽ കാലം 5 വർഷം ഭരിച്ച വ്യക്തിയായിരുന്നു ഷേർഷാ. ട്രൈ മെറ്റലിസം എന്ന് പറയുന്ന സംഹിത കൊണ്ടുവന്ന വ്യക്തി ഷേർഷയാണ്. ഭരണത്തെ സഹായിക്കാനായിട്ട് 4 കേന്ദ്ര വകുപ്പുകൾ എന്ന് പറയുമ്പോൾ ദിവാൻ ഇ അർസ്, ദിവാൻ ഇ റസാലത്ത്, ദിവാൻ ഇ ഇൻഷ, ദിവാൻ ഇ വിചാരത്ത്, അങ്ങനെ 4 കേന്ദ്ര വകുപ്പുകൾ കൊണ്ടുവന്ന വ്യക്തി. കൂടാതെ അത് മാത്രമാണോ? അല്ല, പിന്നെ എന്താണ്? റുപ്പിയ എന്ന് പറയുന്ന നാണയം കൊണ്ടുവന്നു. ഭൂമി അളന്ന് തിട്ടപ്പെടുത്തുകയുണ്ടായി. സിസ്റ്റമാറ്റിക് ആയിട്ട് ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി. നീതിന്യായ സംവിധാനം എന്ന് പറയുമ്പോൾ അതെ, ശിക്ഷ, ഏതൊരു തെറ്റ് ചെയ്താലും അതിന് കൃത്യമായ ഒരു ശിക്ഷ അദ്ദേഹം കൊണ്ടുവന്നു. പിന്നെ സൈന്യത്തെ പുനഃസംഘടിപ്പിച്ചു. തന്റെ സൈന്യത്തെ എന്താണ്? വീണ്ടും കുറച്ചുകൂടെ കാര്യക്ഷമമാക്കുകയും കുറച്ചുകൂടെ അവരോട് എന്താണ്? ഉണർന്ന് പ്രവർത്തിക്കാനായിട്ട് നിർദ്ദേശങ്ങൾ നൽകുകയുണ്ടായി.
കൂടാതെ കർക്കശമായ നിയമങ്ങൾ, പ്രജകളുടെ സംരക്ഷണമാണ് അദ്ദേഹത്തിന്റെ എയിം എന്ന് പറയുന്നത്. പ്രജകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അങ്ങേയറ്റം പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു ഷേർഷാ. പ്രജകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? കുറ്റകൃത്യങ്ങളൊക്കെ എങ്ങനെയാണ് നീതിന്യായ സംവിധാനം വളരെ കാര്യക്ഷമമാക്കി എടുത്ത് നമ്മൾ എക്സാമിന് എഴുതാനുള്ള ഒരു പോയിന്റാണ്. റോഡുകൾ പണി കഴിപ്പിച്ചു അല്ലെ. നമുക്കറിയാം ഗ്രാൻഡ് ട്രങ്ക് റോഡ് എന്ന് പറയും. ഈ ഗ്രാൻഡ് ട്രങ്ക് റോഡ് പണി കഴിപ്പിച്ചു ഷേർഷയുടെ എന്താണ്? ഷേർഷാ സൂരിയുടെ ഇദ്ദേഹത്തിന് വേറൊരു പേരുണ്ടായിരുന്നു. അതിന് മുഴുവൻ പേരെന്ന് പറയുന്നത് എന്താണ്? ഷേർഷാ സൂരി എന്നാണ് അല്ലെ. ഷേർഷാ സൂരിയുടെ സമയത്താണ് നമ്മുടെ ഈ റോഡ് പണി കഴിപ്പിച്ചത്. ഏഷ്യയിലെ ഏറ്റവും നീളമേറിയ റോഡ് എന്നൊക്കെ പറയുന്നത് ഏതാണ്? നമ്മുടെ ഗ്രാൻഡ് ട്രങ്ക് റോഡാണ്. അദ്ദേഹം തപാൽ സംവിധാനം പുനഃസംഘടിപ്പിച്ചു. തപാൽ സംവിധാനം എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കാം അല്ലെ? നമുക്കറിയാം പണ്ട് തപാലായിരുന്നു, ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഒരുപാട് അഡ്വാൻസ്ഡ് ആയി. പണ്ട് അങ്ങനെയല്ല. ഒരു ലെറ്റർ എഴുതിയാലോ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ഒരാൾക്ക് കൊടുക്കണമെങ്കിൽ ഒരുപാട് നാളുകൾ ശേഷം എന്ത് ചെയ്യും? അവിടേക്ക് എത്തും. അപ്പൊ അങ്ങനെയുള്ള തപാൽ സംവിധാനം കുറച്ചുകൂടി എന്ത് ചെയ്തു? കാര്യക്ഷമമാക്കി. കർഷകർക്ക് വായ്പ കൊടുത്തു. അവർക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും ചെയ്തു കൊടുത്തു. കിണറുകൾ പണി കഴിപ്പിച്ചു. ജലസേചന സംവിധാനങ്ങൾ പണി കഴിപ്പിച്ചു. പിന്നെ തന്റെ സാമ്രാജ്യത്തെ പ്രവിശ്യകളെന്നും ജില്ലകളെന്നും പർഗാനകളെന്നും ഒക്കെ എന്ത് ചെയ്തു? വിഭജിച്ചു. പിന്നെ പട്ടിണിയിലും വരൾച്ചയിലും ഒക്കെ എന്താണ്? ആശ്വാസം നൽകുന്നതിന് വേണ്ടിയിട്ട് ധാരാളം എന്താണ്? ധാന്യങ്ങളുണ്ടല്ലോ, ഗ്രാനറീസ്, അതായത് ധാന്യപ്പുര അദ്ദേഹം എന്ത് ചെയ്തു? തന്റെ കൊട്ടാരത്തിൽ തന്നെ പണി കഴിപ്പിച്ചു. അതായത് പട്ടിണി വരികയോ ക്ഷാമം വരികയോ ചെയ്യുമ്പോൾ ധാന്യങ്ങൾ എന്ത് ചെയ്യാം? ആർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം? തന്റെ പ്രജകൾക്ക്. അതാണ് ഇവിടെ പറഞ്ഞ കർഷകർക്ക് ആശ്വാസം നൽകുന്നതിന് നികുതി അടയ്ക്കുകയും രാജകീയ കളപ്പൂരുകൾ എപ്പോഴും ധാന്യം നൽകിയും നടപടികൾ എന്ത് ചെയ്തു? സ്വീകരിച്ചു. അപ്പൊ ഇത്രയും ഒന്നുകൂടെ നമുക്ക് നോക്കാം. അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ് പറയുകയാണെങ്കിൽ റുപ്പിയ അല്ലെ. റുപ്പിയ എന്ന് പറയുന്ന നാണയം കൊണ്ടുവന്നു. നീതിന്യായ സംവിധാനം കൊണ്ടുവന്നു. പിന്നെന്താണ്? അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ഗ്രാൻഡ് ട്രങ്ക് റോഡ് അല്ലെ, ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ റോഡ് പണി കഴിപ്പിച്ചത്. ധാരാളം കിണറുകള്, ജലസേചന പദ്ധതികള് ഒക്കെ കൊണ്ടുവന്നു. പിന്നെ എന്താ ചെയ്തത്? കർഷകർക്ക് വായ്പകളും പ്രോത്സാഹനവും നൽകി. തപാൽ സംവിധാനം അല്ലെ, തപാൽ സംവിധാനം കൊണ്ടുവന്നു. തന്റെ സാമ്രാജ്യത്തെ പ്രവിശ്യകളെന്നും പർഗാനകളെന്നും ജില്ലകളും എന്നൊക്കെ എന്ത് ചെയ്തു? തരം തിരിക്കുകയുണ്ടായി. പട്ടിണിയിലും വരൾച്ചയിലും കൂടെ എന്ത് ചെയ്യുക? തന്റെ സാമ്രാജ്യത്തിൽ ആരും പട്ടിണി കിടക്കാൻ പാടില്ല എന്ന് പറയും. തന്റെ ധാന്യപ്പുരകളിൽ, കളപ്പുരകളിൽ എന്ത് ചെയ്തു? ധാന്യങ്ങൾ നിറയ്ക്കുകയും അദ്ദേഹം ചെയ്തു. അപ്പൊ ഇത്രയൊന്നുകൂടെ നമുക്ക് നോക്കാം. ഷേർഷാ സൂരി എന്താണ്? നമ്മൾ പറഞ്ഞു ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ ഷേർഷാ സൂരി എന്ന് പറയുന്നത്. ഇദ്ദേഹം എന്താ ചെയ്തത്? 4 കേന്ദ്ര വകുപ്പുകൾ ഉണ്ടായിരുന്നു അല്ലെ. 4 കേന്ദ്ര വകുപ്പുകൾ ഉണ്ടായിരുന്നു. അദ്ദേഹം എന്താ ചെയ്തത്? തന്റെ കേന്ദ്ര വകുപ്പുകളെ എത്രയായിട്ട് തിരിച്ചു? ദിവാനി അർസെന്നും ദിവാനി റസാലത്തെന്നും ദിവാനി ഇൻഷാന്നും ദിവാനി വിചാരത്തെന്നും ചെയ്തു. തന്റെ രാജ്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ധാരാളം കോട്ടകൾ പണി കഴിപ്പിച്ചു. തന്റെ രാജ്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ധാരാളം കോട്ടകൾ പണി കഴിപ്പിക്കുകയുണ്ടായി. കൂടാതെ ഡ്രൈ മെറ്റലിസം എന്ന് പറയുന്ന ഒരു നാണയ വ്യവസ്ഥ കൊണ്ടുവന്നത് അദ്ദേഹമാണ്. കൂടാതെ റുപ്പിയ എന്ന് പറയുന്ന നാണയ വ്യവസ്ഥ കൊണ്ടുവന്നു. നീതിന്യായ സംവിധാനം എങ്ങനെയാണ്? കാര്യക്ഷമമാക്കി. ശിക്ഷയ്ക്ക് വേണ്ട രീതിയിലുള്ള എന്താണ്? കുറ്റകൃത്യങ്ങൾക്ക് വേണ്ട തരത്തിലുള്ള ശിക്ഷകൾ എന്ത് ചെയ്തു? നടപ്പിലാക്കി. തപാൽ സംവിധാനം കാര്യക്ഷമമാക്കി. സൈന്യത്തോട് പറഞ്ഞു എന്താ ചെയ്തത്? ഇങ്ങനെ ഇരുന്നാൽ പോരെ, കുറച്ചുകൂടെ എന്താണ്? എനർജറ്റിക് ആയിട്ട് പ്രവർത്തിക്കണമെന്ന് തന്റെ സൈന്യത്തെ പുനഃസംഘടിപ്പിച്ചു. ഓക്കെ, ഇനി എന്താണ് മനസ്സിലാക്കാനുള്ളത്? നമുക്ക് എന്താണ്? സൈന്യത്തെ പുനഃസംഘടിപ്പിച്ചു. തന്റെ രാജ്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ധാരാളം കോട്ടകൾ, അത് ഞങ്ങൾ പറഞ്ഞ കാര്യമാണ്. കോട്ടകൾ എന്ത് ചെയ്തു? പണി കഴിപ്പിച്ചു. പിന്നെ കുറ്റകൃത്യങ്ങൾ, തന്റെ പ്രജകളുടെ സുരക്ഷിതമാണ് അദ്ദേഹത്തിന്റെ എയിം എന്ന് പറയുന്നത്. തന്റെ പ്രജകൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഏതറ്റം വരെയും പോകുന്ന ഒരു ഭരണാധികാരിയായിരുന്നു. അതുകൊണ്ട് തന്നെ തെറ്റ് ചെയ്യുന്നവന് എന്ത് കൊടുത്തു? നീതിന്യായ വ്യവസ്ഥ, അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവൻ നല്ല ശിക്ഷ കൊടുക്കുന്നതിന് അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി. റോഡുകൾ പണി കഴിപ്പിച്ചു. കിണറുകൾ പണി കഴിപ്പിച്ചു. ജലസേചന പദ്ധതികൾ പണി കഴിപ്പിച്ചു അല്ലെ. കർഷകർക്ക് വായ്പയൊക്കെ എന്ത് ചെയ്തു കൊടുത്തു? അവർക്ക് ഇളവൊക്കെ കൊടുത്തിട്ടുണ്ട്. നികുതിയിൽ നിന്നൊക്കെ ഒരുപാട് കർഷകർ എന്ത് ചെയ്തു? ബാക്കിലോട്ട് കൊണ്ടുവന്നു. അതായത് നികുതി അടയ്ക്കാത്ത രീതിയിൽ ഇളവുകളൊക്കെ കൊടുത്തു. തന്റെ രാജ്യത്തെ എന്ത് ചെയ്തു? പ്രവിശ്യകളെന്നും ജില്ലകളെന്നും പർഗാനകളെന്നും ഒക്കെ എന്ത് ചെയ്തു? വിഭജിച്ചു. പട്ടിണിയിലും വരൾച്ചയിലും ഒക്കെ എന്താണ്? തന്റെ കളപ്പുരകള് നിറച്ച ഒരു ഭരണാധികാരിയായിരുന്നു നമ്മുടെ ഷേർഷാ സൂരി എന്ന് പറയുന്നത്. മനസ്സിലായോ? സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യുക? പഠിക്കുക. ഇതുപോലെ പോയിന്റ് ആയിട്ട് നിങ്ങൾ മാത്രം എന്ത് ചെയ്യുക? പഠിക്കുക. അല്ല എങ്കിൽ നമുക്ക് എല്ലാം കൂടെ കൺഫ്യൂഷൻ ആയിപ്പോകും. നമുക്ക് എക്സാമിന് വേണ്ടതും അത് തന്നെയാണ്. നമ്മൾ ഈ സോഷ്യൽ സയൻസ് അല്ലെങ്കിൽ ഹിസ്റ്ററി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കൊരു ആവലാതിയാണ്. എവിടെ നിന്ന് തുടങ്ങും, എങ്ങനെ എഴുതും, ഒത്തിരി എഴുതണ്ടേ
അല്ലെ? അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും അല്ലെ, ഈ എനിക്ക് ഉൾപ്പെടെ ഉണ്ടായിരുന്ന ഒരു ചോദ്യചിഹ്നമായിരുന്നു. പക്ഷെ അത് നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ ഒരുപാടൊന്നും ചെയ്യണ്ട, നിങ്ങൾ പഠിച്ചെഴുതണ്ട. നിങ്ങൾ പഠിക്കുന്നത് എന്താണോ അതിന് പോയിന്റ് ഇട്ട് എഴുതുക. അതിന് എന്നിട്ട് നല്ല സ്റ്റാർ കൊടുക്കുക, അല്ലെങ്കിൽ ചെറിയ ചെറിയ നല്ല എന്തെങ്കിലുമൊക്കെ ബുള്ളറ്റ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ കൊടുത്ത് നിങ്ങൾ എന്ത് വൃത്തിയായിട്ട് എഴുതുക. അപ്പൊ അവിടെ തന്നെ നിങ്ങൾക്ക് എന്ത് വീഴും? മാർക്ക് വീഴും. എഴുതുന്ന കാര്യങ്ങളുടെ അടിയിൽ എന്ത് ചെയ്യുക? അണ്ടർലൈൻ ചെയ്യുക. അപ്പം മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണെങ്കിൽ അടിയിൽ അണ്ടർലൈൻ ചെയ്യുക. അതൊക്കെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടും? മാർക്ക് കിട്ടും. വലിച്ചു വാരിയിട്ട് എഴുതണമെന്ന് ഒരിക്കലും പറയില്ല. അതിന്റെ പോയിന്റ്സ് മാത്രം എന്ത് ചെയ്യുക? പഠിക്കുക. ബാക്കി നിങ്ങളെ കൊണ്ട് കഴിയും അല്ലെ? അടുത്ത വ്യക്തി ആരായിരുന്നു? നമുക്കിപ്പോ 3 പേരെയാണ് നമ്മൾ നോക്കിയത്. ബാബർ നോക്കി, ശിവജി നോക്കി, ഷേർഷാ നോക്കി. നമുക്കിനി അടുത്ത വ്യക്തി മെയിൻ ആയിട്ടുള്ള വ്യക്തിയാണ് അക്ബർ. അക്ബർ എവിടെയാണ് ജനിച്ചത്? അമർകോട്ടിൽ ജനനം. എവിടെയാണ് ജനിച്ചത്? അമർകോട്ടിൽ ജനിച്ചു. എവിടെയാണ്? അമർകോട്ടിലാണ് ജനിച്ചത്. ജലാലുദ്ദീൻ മുഹമ്മദ് അക്ബർ എന്നാണ് യഥാർത്ഥ നാമം. ജലാലുദ്ദീൻ മുഹമ്മദ് അക്ബർ എന്നാണ് യഥാർത്ഥ നാമം. ഹുമയൂണിന്റെ മകൻ, പിൻഗാമി എന്നെല്ലാം അറിയപ്പെടുന്നു. എന്തൊക്കെയാണ് അറിയപ്പെടുന്നത്? വിശേഷണങ്ങളാണ്. ഇനി പഠിക്കുക. ഹുമയൂണിന്റെ മകൻ, പിൻഗാമി. ഹുമയൂണിന്റെ മകൻ, പിൻഗാമി. ജലാലുദ്ദീൻ മുഹമ്മദ് എന്താണ്? അക്ബർ എന്നാണ് പേര്. നമുക്ക് അമർകോട്ടിലാണ് ജനനം. അദ്ദേഹത്തിന്റെ എന്താണ് വിശേഷണം? എന്താണ്? ഹുമയൂണിന്റെ മകൻ, പിൻഗാമി എന്നൊക്കെ എന്ത് ചെയ്തു? അറിയപ്പെട്ടു. ഏറ്റവും മഹാനായ മുഗൾ ചക്രവർത്തി. ഏറ്റവും മഹാനായ മുഗൾ ചക്രവർത്തി എന്ന് പറയാൻ കാരണം എന്താണ്? അക്ബർ ഇല്ലെങ്കിൽ എന്തില്ല? മുഗൾ സാമ്രാജ്യം ഇല്ല. അത്രയും എന്താണ് കഴിവുറ്റ ഭരണാധികാരിയായിരുന്നു അക്ബർ എന്ന് പറയുന്നത്. ഏറ്റവും മഹാനായ ചക്രവർത്തി, മതേതര കാഴ്ചപ്പാടുകൾ വച്ചു പുലർത്തിയ ചക്രവർത്തിയാണ്. ഏറ്റവും കൂടുതൽ കാലം മുഗൾ സാമ്രാജ്യം ഭരിച്ച വ്യക്തിയാണ് നമ്മുടെ അക്ബർ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ കാലം മുഗൾ സാമ്രാജ്യം ഭരിച്ചു. അതുകൊണ്ട് തന്നെ മുഗൾ സാമ്രാജ്യത്തിന്റെ യഥാർത്ഥ സ്ഥാപകൻ, കേട്ടോ, നമ്മൾ തുടക്കത്തിൽ നിങ്ങൾക്ക് മാറിപ്പോയി. ബാബറിനെ നമ്മൾ പഠിച്ചപ്പോ ടീച്ചറല്ലേ പറഞ്ഞത് മുഗൾ സാമ്രാജ്യ സ്ഥാപകൻ ബാബർ എന്നല്ലേ? ഇവിടെ പറയുന്നുണ്ട് മുഗൾ സാമ്രാജ്യ സ്ഥാപകനൊക്കെ ആര് തന്നെയാണ്? ബാബർ ആണ്. പക്ഷെ മുഗൾ സാമ്രാജ്യത്തിന് യഥാർത്ഥ സ്ഥാപകൻ, ഇവിടെ ഈ ഒരു വാക്ക് കണ്ടോ നിങ്ങള്? യഥാർത്ഥ സ്ഥാപകൻ എന്ന് പറയുന്നത് ആരാണ്? അക്ബർ ആണ്. കാരണം അക്ബർ ആണ് ഏറ്റവും കൂടുതൽ മുഗൾ സാമ്രാജ്യത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നതിലും ധാരാളം കോൺട്രിബ്യൂഷൻസ് നൽകിയ വ്യക്തി ആരാണ്? അക്ബർ ആണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ എന്ത് വിളിക്കുന്നത്? മുഗൾ സാമ്രാജ്യത്തിന്റെ യഥാർത്ഥ സ്ഥാപകൻ അക്ബർ. ക്ലിയർ? ഓക്കെ. ഭരണകാര്യങ്ങളിൽ അക്ബറിന്റെ മുൻഗാമിയായിരുന്നു ഷേർഷാ സൂരി. നമ്മൾ നേരത്തെ പഠിച്ചില്ലേ? ഈ ഷേർഷാ സൂരി കഴിഞ്ഞിട്ട് വന്ന വ്യക്തിയാണ് ആര്? അക്ബർ. അപ്പൊ ഇദ്ദേഹത്തെ ആര് സ്വാധീനിച്ചിട്ടുണ്ട്? ഷേർഷയുടെ കുറെ നയങ്ങള് സ്വാധീനിച്ചിട്ടുണ്ട്. മനസ്സിലായോ? ഇനി ഇദ്ദേഹത്തിന്റെ മന്ത്രിസഭ അറിയപ്പെട്ട പേര്, അതായത് അക്ബറിന്റെ നിങ്ങൾ പോയിന്റ് ഇട്ട് പഠിക്കാം. ഇദ്ദേഹത്തിന്റെ മന്ത്രിസഭ അറിയപ്പെട്ട പേരെന്താണ്? നവരത്നങ്ങൾ. എന്തെന്നറിയപ്പെട്ടു? നവരത്നങ്ങൾ. എന്തെന്നറിയപ്പെട്ടു? നവരത്നങ്ങൾ. പിന്നെ ഇവിടെ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ കൊട്ടാര എന്താണ്? വിദൂഷകനെ അറിയപ്പെട്ട പേര് ബീർബൽ. കൊട്ടാര വിദൂഷകൻ ആരാണ്? ബീർബൽ. ഇതെല്ലാം നിങ്ങൾ പോയിന്റ് ഇട്ട് ചെന്ന് എന്ത് ചെയ്യുക? കൊട്ടാര വിദൂഷകൻ എന്താണ് പേരിൽ അറിയപ്പെട്ടത്? ബീർബൽ. ഒത്തിരി പോയിന്റ് ഉണ്ടേ നമുക്ക് പഠിക്കാനായിട്ട്. ബീർബൽ. പിന്നെ അക്ബറിന്റെ സൈനിക തലവൻ അറിയപ്പെട്ടത് എന്താണ്? മാൻസിംഗ്. സൈനിക തലവൻ മാൻസിംഗ് എന്നറിയപ്പെട്ടു. മാൻസിംഗ് എന്നറിയപ്പെട്ടു. സൈനിക തലവൻ മാൻസിംഗ്. ഇദ്ദേഹത്തിന്റെ ഈ പദവി അറിയപ്പെട്ട പേര് മീർ ബക്ഷി. മിർബക്ഷി, കേട്ടോ, മിർബക്ഷി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഒന്നുകൂടെ നോക്കിക്കേ. അക്ബർ ആരാണ്? മുഗൾ സാമ്രാജ്യത്തിലെ യഥാർത്ഥ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? അക്ബർ ആണ്. ഹുമയൂണിന്റെ മകൻ എന്നും പിൻഗാമി എന്നും അറിയപ്പെടുന്നു. പിന്നെ യഥാർത്ഥ സ്ഥാപകൻ അക്ബർ ആണ്. അദ്ദേഹത്തിന്റെ സഭയിലെ എന്താണ്? നവരത്നങ്ങൾ എന്നാണ് എന്ത് ചെയ്യുന്നത്? അറിയപ്പെടുന്നത് അല്ലെ? നവരത്നങ്ങൾ എന്നറിയപ്പെടുന്നു. മന്ത്രിസഭ എന്നറിയപ്പെടുന്നു. നവരത്നങ്ങൾ എന്നറിയപ്പെടുന്നു. പിന്നെ കൊട്ടാരത്തിലെ വിദൂഷകൻ അറിയപ്പെടുന്ന പേര് ബീർബൽ. എവിടെയാ ജനിച്ചത്? അമർകോട്ടിലാണ് ജനനം. എവിടെയാ ജനിച്ചത്? അമർകോട്ടിൽ. ജലാലുദ്ദീൻ മുഹമ്മദ് അക്ബർ എന്നാണ് യഥാർത്ഥ പേര് വന്നിട്ട്. സൈനിക തലവൻ ആരാണ്? മാൻസിംഗ്. സൈനിക തലവൻ മാൻസിംഗ്. ഇദ്ദേഹത്തിന്റെ ആ പദവിയെ വിളിച്ച പേരെന്താണ്? മിർബക്ഷി. എന്താ വിളിച്ചത്?
മിർബക്ഷി എന്ന് വിളിച്ചു. മിർബക്ഷി. ക്ലിയർ? മനസ്സിലാവുന്നുണ്ടോ? ഒന്നുകൂടെ പറയണോ? ഒന്നുകൂടെ നോക്കിക്കേ. അക്ബർ എവിടെയാ ജനിച്ചത്? അമർകോട്ടിൽ. അക്ബർ എവിടെയാ ജനിച്ചത്? അമർകോട്ടിൽ. ഹുമയൂണിന്റെ മകൻ എന്നും പിൻഗാമി എന്നും അറിയപ്പെടുന്നു. യഥാർത്ഥ സ്ഥാപകൻ, മുഗൾ സാമ്രാജ്യത്തിന്റെ യഥാർത്ഥ സ്ഥാപകൻ അക്ബർ ആണ്. അക്ബറിന്റെ മന്ത്രിസഭ അറിയപ്പെട്ട പേര് നവരത്നങ്ങൾ. മന്ത്രിസഭ അറിയപ്പെട്ട പേര് നവരത്നങ്ങൾ. കൊട്ടാര വിദൂഷകൻ ആരായിരുന്നു? ബീർബൽ. അദ്ദേഹത്തിന്റെ കൊട്ടാര വിദൂഷകൻ ബീർബൽ. ബീർബൽ എന്നാണ് അക്ബറിന്റെ കൊട്ടാര വിദൂഷകൻ അറിയപ്പെട്ട പേര്. സൈനിക തലവൻ ആരായിരുന്നു? മാൻ സിംഗ്. അക്ബറിന്റെ സൈനിക തലവൻ കൂടെ പറഞ്ഞാട്ടെ, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും ആരാണ് സൈനിക തലവൻ? മാൻ സിംഗ്. ഈ പദവി അറിയപ്പെട്ട പേര് മിർബക്ഷി. ഈ പദവി അറിയപ്പെട്ട പേര് മിർബക്ഷി. മനസ്സിലായോ? കുറെ വെറൈറ്റി പേരുകളാണ് അല്ലെ. ഇനി ധനകാര്യമന്ത്രി അറിയപ്പെട്ട പേര് എന്താണ്? രാജതോഡർമാർ. ധനകാര്യമന്ത്രി അറിയപ്പെട്ട പേര് രാജതോഡർമാർ. രാജതോഡന്മാർ. ഇനിയുള്ള ഞാൻ എഴുതിയില്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കാം. ധനകാര്യമന്ത്രി ആരാണ്? രാജതോഡന്മാർ. കവി ആരായിരുന്നു? തുളസീദാസ്. അദ്ദേഹത്തിന്റെ സഭയിലെ കവിയെ വിളിച്ച പേര് നമുക്കറിയാം, തുളസീദാസ്. ഓക്കെ. കിരീടധാരണം നടന്നത് എവിടെയാണ്? കലനാവൂർ. അദ്ദേഹത്തിന്റെ കിരീടധാരണം നടന്നത് അതായത് അദ്ദേഹം ഒരു ഭരണാധികാരിയായിട്ട് മാറിയത് എവിടെ വെച്ചിട്ടാണ്? കലനാവൂർ. എവിടെ വെച്ചിട്ടാണ്? കലനാവൂർ. ഓക്കെ. കലനാവൂരിൽ വെച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ കിരീടധാരണം നടന്നത്. ഇദ്ദേഹത്തിന്റെ ജീവചരിത്രം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കുഞ്ഞു ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. എന്താണ്? ആരാണ് ഇദ്ദേഹത്തിന്റെ ജീവചരിത്രം എഴുതിയത്? ആരാണ്? അബുൽ ഫസൽ. ആരാണ്? അബുൽ ഫസൽ അല്ലെങ്കിൽ അക്ബർനാമ. അദ്ദേഹത്തിന്റെ ജീവചരിത്രം അറിയപ്പെട്ട പേരെന്താണ്? അക്ബർനാമ. അക്ബർനാമ എഴുതിയത് ആരാണ്? അബുൽ ഫസൽ. ആരാണ്? അബുൽ ഫസൽ ആണ് അക്ബർനാമ എഴുതിയത്. കേട്ടോ? ഒന്നുകൂടെ നോക്കി. അക്ബറിന്റെ ജീവചരിത്രം എന്താണ്? അക്ബർനാമ എഴുതിയത് അബുൽ ഫസൽ ഐനി അക്ബരി എന്നും അറിയപ്പെടുന്നു. ഐനി അക്ബരി. അറിയാവോ ഇതൊക്കെ? നമ്മൾ SS-ലൊക്കെ, നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ നമുക്ക് പഠിക്കാനായിട്ട് ഉണ്ട് ഇത്. മൻസംദാരി സിസ്റ്റം, അതുപോലെ ജമീന്ദാരി സിസ്റ്റം, അങ്ങനെ കുറെ സിസ്റ്റം ഇതുപോലെ ഇദ്ദേഹത്തിന് നമ്മൾ അവിടെ പരിചയപ്പെട്ടിട്ടുണ്ട്. അബുൽ ഫസൽ ശ്രദ്ധിച്ചു നോക്കിയാൽ, അല്ലെങ്കിൽ നമ്മൾ റിവൈൻഡ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, 10ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങളാണ്. അപ്പൊ ഒന്നുകൂടെ നോക്കിക്കേ. അക്ബറിന്റെ ജീവചരിത്രത്തെ അറിയപ്പെട്ട പേര് അക്ബർനാമ. അതെ, ആരാണ് എഴുതിയത്? അബുൽ ഫസൽ ഐനി അക്ബരി. ഓക്കെ. ഐനി അക്ബരി. അദ്ദേഹത്തിന്റെ കിരീടധാരണം നടന്നത് കലനാവൂർ. ഒന്നുകൂടെ ഇത്രയും നോക്കിക്കേ. ബാക്കി എങ്കിലും നിങ്ങൾക്ക് എന്ത് മനസ്സിലായി എന്ന് അറിഞ്ഞാലേ എനിക്ക് തുടർന്ന് എന്ത് ചെയ്യാൻ പറ്റൂ? പഠിപ്പിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അല്ലെ, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കേ. അക്ബർ എവിടെയാ ജനിച്ചത്? അമർകോട്ടില്. ഓക്കെ. സംശയമുണ്ടോ? ഇല്ല. അക്ബർ എവിടെയാ ജനിച്ചത്? അമർകോട്ടില്. അക്ബർ എന്താ ചെയ്തത്? ഹുമയൂണിന്റെ മകനാണ്. പിന്നെ എന്താണ്? പിൻഗാമി എന്ന് അറിയപ്പെടുന്നു. യഥാർത്ഥ സ്ഥാപകനാണ് അല്ലെ. നമ്മുടെ മുഗൾ സാമ്രാജ്യത്തിന്റെ യഥാർത്ഥ സ്ഥാപകനായിരുന്നു ആര്? അക്ബർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് നവരത്നങ്ങൾ എന്ന് അറിയപ്പെടുന്ന മന്ത്രിസഭയാണ്. അദ്ദേഹത്തിന്റെ മന്ത്രിസഭ അറിയപ്പെട്ട പേര് നവരത്നങ്ങൾ. കൊട്ടാര വിദൂഷകൻ അറിയപ്പെട്ട പേര് ബീർബൽ. അദ്ദേഹത്തിന്റെ സൈനിക തലവൻ അറിയപ്പെട്ട പേര് മാൻ സിംഗ്. ആ പദവിന് അറിയപ്പെട്ട പേര് മിർബക്ഷി. ആ പദവി അറിയപ്പെട്ട പേര് മിർബക്ഷി. ധനകാര്യമന്ത്രി ആരാണ്? രാജതോഡന്മാർ. ധനകാര്യമന്ത്രി രാജതോഡന്മാർ. കവി അറിയപ്പെട്ട പേര് തുളസീദാസ്. മിഡിക്കർ. കവി അറിയപ്പെട്ട പേര് തുളസീദാസ്. കിരീടധാരണം നടന്നത് എവിടെയാണ്? കലനാവൂർ. കിരീടധാരണം നടന്നത് കലനാവൂർ. അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തെ അറിയപ്പെട്ട പേര് അക്ബർനാമ. എഴുതിയത് അബുൽ ഫസൽ ഐനി അക്ബരി. അക്ബറിന്റെ ജീവചരിത്രം അക്ബർനാമ ആരാ എഴുതിയത്? അബുൽ ഫസൽ. അദ്ദേഹത്തിന്റെ ഐനി അക്ബരി. ക്ലിയർ? ഇത്രയുമാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനിയും ഉണ്ട്. ഇത്രയെങ്കിലും എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. ഓക്കെ. ബാക്കി പോവാം. ജസിയ അല്ലെ. ജസിയ എന്ന് പറയുന്ന, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു, ജസിയ എന്ന് പറയുന്ന ആ നികുതി വ്യവസ്ഥയെ അബോളിഷ് ചെയ്ത ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ അക്ബർ. ജസിയ എന്താണ്? ജസിയ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങൾ
അല്ലാത്ത അല്ലെ മുസ്ലിങ്ങൾ അല്ലാത്തവർ ഒരു വർഷത്തിൽ നൽകിയിരുന്ന നികുതിയെയാണ് എന്തെന്ന് വിളിക്കുന്നത്? നമ്മുടെ ജസിയ എന്ന് പറയും. ഇത് കൊണ്ടുവന്നത് ഖുത്ബുദ്ദീൻ ഐബക്കാണ്. ആരാ കൊണ്ടുവന്നത്? ഖുത്ബുദ്ദീൻ ഐബക്കാണ് കൊണ്ടുവന്നത്. ഇത് അബോളിഷ് ചെയ്ത വ്യക്തിയാണ് നമ്മുടെ അക്ബർ. ഖുത്ബുദ്ദീൻ ഐബക്ക് കൊണ്ടുവന്ന ജസിയ എന്ന് പറയുന്ന ആ നികുതി സമ്പ്രദായത്തെ അബോളിഷ് ചെയ്ത വ്യക്തി അക്ബറാണ്. അതായത് മുസ്ലിങ്ങൾ അല്ലാത്ത വ്യക്തികൾ ഓരോ വർഷവും എന്ത് കൊടുക്കണം? നികുതി കൊടുക്കണം. ആ നികുതിയെ ആര് വേണ്ടാന്ന് വെച്ചു? നമ്മുടെ അക്ബർ വേണ്ടാന്ന് വെച്ചു. ആ ഒരു സിസ്റ്റത്തെ വിളിച്ച പേരാണ് ജസിയ എന്ന് വിളിച്ചത്. മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ ഒന്നുകൂടെ ഈ ഒരു ഇത് പഠിക്കുക. ജസിയ നിർത്തലാക്കിയത് ആരാണ്? അക്ബർ ആണ്. ജസിയ കൊണ്ടുവന്നത് ഖുത്ബുദ്ദീൻ ഐബക്കാണ്. അതായത് ആ മുസ്ലിങ്ങളായ വർഷത്തിലുള്ള ആ വർഷത്തില് എന്താണ് ആ മുസ്ലിങ്ങളായ വ്യക്തികൾ എന്ത് കൊടുക്കണം? ടാക്സ് കൊടുക്കണം. ആ ടാക്സ് വേണ്ടാന്ന് വെച്ച വ്യക്തിയാണ് അക്ബർ. കൊണ്ടുവന്ന വ്യക്തി ഖുത്ബുദ്ദീൻ ഐബക്ക്. ക്ലിയർ? ജസിയ നിർത്തലാക്കിയ വ്യക്തി അക്ബർ ആണ്. അടുത്തത് മൻസംദാരി. ഇത് നിങ്ങൾ പഠിക്കുക. 2 മാർക്കിന് എന്തായാലും ചോദിക്കും, ഉറപ്പായിട്ടും ചോദിക്കുന്ന സമ്പ്രദായം. അക്ബർ ഉണ്ടോ? നമ്മുടെ മൻസംദാരി സിസ്റ്റം ഉണ്ട്. മൻസംദാരി സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? അക്ബർ നടപ്പിലാക്കിയ ഒരു ഭരണ വ്യവസ്ഥയാണ് മാൻസംദാരി. മാൻസം എന്ന അറബി വാക്കിന് പദവി എന്നാണ് അർത്ഥം. മാൻസം എന്ന അറബി വാക്കിന് എന്താണ് അർത്ഥം? പദവി എന്നാണ് അർത്ഥം. ഓരോ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന് പദവി തിരിച്ചറിയാനായിരുന്നു ഈ സിസ്റ്റം കൊണ്ടുവന്നത്. ഇപ്പൊ ഓരോ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുണ്ട്. നമുക്കിവിടെ അറിയാം, സെക്രട്ടേറിയറ്റ്, പോലീസ്, ഫയർഫോഴ്സ്, ഇന്ത്യൻ നേവി, അങ്ങനെ കുറെ ഉദ്യോഗസ്ഥരുണ്ട്. ഇവരുടെ പദവി നിർണ്ണയിക്കാനായിട്ടുള്ള ആ ഒരു സിസ്റ്റത്തെയാണെന്ന് വിളിക്കുന്നത് മാൻസംദാരി സിസ്റ്റം എന്ന് പറയുന്നത്. ഓരോ ഉയർന്ന സൈനിക അല്ലെങ്കിൽ സൈനികേതര ഉദ്യോഗസ്ഥരും ഓരോ മാൻസവും എന്ത് ചെയ്തിരുന്നു? നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ വേതനം എന്ത് ചെയ്തത്? കൊടുത്തിരുന്നത്. വേതനം എന്ന് പറയുമ്പോൾ സാലറി കൊടുത്തിരുന്നത്. ഉദ്യോഗസ്ഥന് വേതനം, ഉദ്യോഗസ്ഥന് പദവി കീഴിൽ നിർത്തി. ഈ ഒരു ഉദ്യോഗസ്ഥന്മാർ കീഴിൽ എന്ത് നിർത്തണം? കുറെ കുതിരകളെ, അതുപോലെ തന്നെ ആനകളെയും പടയാളികളെയും ഒക്കെ നിലനിർത്തണം. ഒന്നുമല്ല, ജസ്റ്റ് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഉദ്യോഗസ്ഥനും നൽകേണ്ട റാങ്ക്, പൊസിഷനെയാണ് എന്ത് വിളിക്കുന്നത്? മാൻസംദാരി. അതായത് ഓരോ ഉദ്യോഗസ്ഥനും സൈനികേതരമാണോ സൈനികോ ആവാം, ഏതൊരു ഉദ്യോഗസ്ഥനും നൽകേണ്ട പദവിയെയാണ് എന്ത് വിളിക്കുന്നത്? മാൻസംദാരി. ഞാൻ കുറെ പറഞ്ഞു എന്ന് വിചാരിച്ച ടീച്ചർ എന്താ അതെന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഉയർന്ന ഉദ്യോഗസ്ഥനും നൽകുന്ന പദവിയെയാണ് എന്ത് വിളിക്കുന്നത്? മാൻസംദാരി സിസ്റ്റം അല്ലെങ്കിൽ മാൻസംദാരി സമ്പ്രദായം എന്ന് വിളിക്കുന്നത്. അക്ബർ നടപ്പിലാക്കിയതാണ് മാൻസംദാരി സമ്പ്രദായം എന്ന് പറയുന്നത്. മാൻസം എന്ന് പറയുന്നത് ഒരു അറബി വാക്കാണ് അല്ലെ. അറബി വാക്കിന്റെ അർത്ഥം എന്താണ്? പദവി എന്നാണ്. ഇത് വെച്ചിട്ടാണ് ഓരോ ഉദ്യോഗസ്ഥന് പദവി എന്ത് ചെയ്യുന്നത്? തിരിച്ചറിയുന്നത്. ഓരോ ഉദ്യോഗസ്ഥന് പദവി തിരിച്ചറിയുന്നത് ഈ മാൻസംദാരി സിസ്റ്റത്തില് വഴിയാണ്. സൈനികവും അതുപോലെ സൈനികേതര ഉദ്യോഗസ്ഥരും നൽകേണ്ട വേതനം, അതുപോലെ തന്നെ അവരുടെ പദവി, ഇതെല്ലാം ഇതിലാണ്. ഇതിന്റെ കീഴിൽ എത്രത്തോളം കുതിരകളെയും പടയാളികളെയൊക്കെ നിലനിർത്തുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് എന്ത് കൂടും? വേതനം കൂടും. അതായത് ഉയർന്ന പൊസിഷനുള്ളവർക്ക് ഉയർന്ന വേതനം, കുറച്ചുകൂടി താഴ്ന്നുള്ളവർക്ക് കുറച്ച് താഴ്ന്ന വേതനം. ഒന്നുകൂടെ മാൻസംദാരി സിസ്റ്റം ഒന്നുകൂടെ നോക്കിക്കേ. ഓരോ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്റെയും പദവി തിരിച്ചറിയാനായിട്ട് കൊണ്ടുവന്ന അക്ബർ കൊണ്ടുവന്ന സിസ്റ്റമാണ് മാൻസംദാരി സിസ്റ്റം. ഓരോ ഉയർന്ന ഉദ്യോഗസ്ഥന്റെയും പദവി തിരിച്ചറിയാനായിട്ട് അക്ബർ കൊണ്ടുവന്ന സിസ്റ്റമാണ് നമ്മുടെ മാൻസംദാരി. ഇവിടെ എടുത്ത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് പഠിക്കാനുള്ള ഇതൊരു വാക്ക് മാത്രം. ഓക്കെ, അറബി വേർഡാണ്. ഓക്കെ, പിന്നെ ഉദ്യോഗസ്ഥന് വേതനം, പദവി, ഇവരിൽ എത്ര കുതിരകളെ ആനകളെ ഒക്കെ നിലനിർത്തണമെന്നൊക്കെ ഇതിലാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഇവിടെ പറയുന്നുണ്ട് പദവി സംഖ്യ 1000 അതിൽ താഴെയോ ഉള്ളവരെ അമീർ എന്ന് വിളിക്കുന്നു. അപ്പോ 1000 ഉള്ളവരെ എന്ത് വിളിക്കുന്നു? ഇതിന്റെ താഴെയുള്ളവരെ എന്ത് വിളിക്കുന്നു? അമീർ. പദവി എത്രയാണ്? 1000 അതിന് താഴെ ഉള്ളവർ എന്തെന്ന് വിളിക്കുന്നു? അമീർ എന്നും. 1000-ന് മുകളിലുള്ളവർ, 1000-ന് മുകളിലാണെങ്കിൽ എന്ത് വിളിക്കും? മഹാനായ അമീർ. മനസ്സിലാവുന്നുണ്ടല്ലോ നിങ്ങൾക്ക്? മഹാനായ അമീർ എന്ന് വിളിക്കുന്നു. മഹാനായ അമീർ എന്ന് വിളിക്കുന്നു. പിന്നെ ഇവിടെ പറയുന്നുണ്ട് ഇനി 5000-ന് മുകളിലാണെങ്കിൽ, മനസ്സിലായോ? 5000-ന് മുകളിലാണെങ്കിൽ പദവി കൂടുവോ കുറയോ? നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഓട്ടോമാറ്റിക്കായിട്ട് കൂടും. എന്താണ് ഇവിടെ അറിയപ്പെടുന്നത്? അവരെ അമീർമാരുടെ അമീർ.
മനസ്സിലായോ? ഇങ്ങനെയാണ് സിസ്റ്റം പോകുന്നത്. ഓക്കെ, ഇവിടെ പറയുന്നുണ്ട് 1000-ന് താഴെയുള്ളവർ, 1000-മോ 1000 താഴെയുള്ളവരെ വിളിച്ച പേര് അമീർ, 1000-ന് മുകളിലുള്ളവരെ വിളിച്ച പേര് മഹാനായ അമീർ, 5000-ന് മുകളിലുള്ളവർ അമീർമാരുടെ അമീർ. അപ്പൊ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണ് പദവി കൂടിയ ആൾക്കാരെ എന്തെന്ന് വിളിച്ചു? അമീർമാരുടെ അമീർ. അപ്പൊ ഒന്നുകൂടെ മാൻസംദാർ സിസ്റ്റം 2 മാർക്കിനോ 4 മാർക്കിനോ ചോദിക്കാം. ഓരോ ഉദ്യോഗസ്ഥന്റെ, ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്റെയും പദവി നിർണ്ണയിക്കുന്ന സമ്പ്രദായത്തെയാണ്, അക്ബർ കൊണ്ടുവന്ന സമ്പ്രദായത്തെയാണ് മാൻസംദാരി സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇതനുസരിച്ച് അവർ നിലനിർത്തേണ്ട ആനകളുടെയും കുതിരകളുടെയും എണ്ണം, പദവി, വേതനം ഇതെല്ലാം ഇവിടെ എന്ത് ചെയ്യുന്നു? പറയുന്നുണ്ട്. കൂടാതെ അത് മാത്രമല്ല 4000 അല്ലെ, പദവി എത്രയാണ്? 1000-ന് താഴെ, 1000 അല്ലെങ്കിൽ 1000 താഴെയുള്ള പദവിയുള്ളവരെ വിളിച്ച പേര് അമീർ എന്നും, 1000-ന് മുകളിലുള്ളവരെ മഹാനായ അമീർ എന്നും, 5000-ന് മുകളിലുള്ളവരെ അമീർമാരുടെ അമീർ എന്നും. ഒന്നുകൂടെ 1000-മോ 1000-ന് താഴെ ഉള്ളവർ അമീർ എന്നും, 1000-ന് മുകളിലുള്ള പദവിയുള്ളവരെ മഹാനായ അമീർ എന്നും, 5000-ന് മുകളിലുള്ളവരെ അമീർമാരുടെ അമീർ എന്നും എന്ത് ചെയ്തു? വിളിച്ചിരുന്നു. അപ്പൊ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാവാം തന്റെ ഭരണത്തില് തന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം ആൾക്കാർ എന്ത് ചെയ്തിരുന്നു? പദവിയോടെ കൂടെ അദ്ദേഹം എന്ത് ചെയ്തു? നിലനിർത്തിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവാം. ഇതാണ് നമ്മുടെ അക്ബറിന്റെ കാര്യത്തിൽ പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ ഒന്നുകൂടെ നമുക്ക് നോക്കാം. അക്ബറിന്റെ കോൺട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ അമർകോട്ടിലാണ് ജനനം. പിന്നെ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ജലാലുദ്ദീൻ മുഹമ്മദ് അക്ബർ യഥാർത്ഥ മുഗൾ സാമ്രാജ്യത്തെ ഭരണാധികാരിയായിരുന്നു അക്ബർ എന്ന് പറയുന്നത്. മാൻസംദാരി സിസ്റ്റം ജസിയ നിർത്തലാക്കിയ വ്യക്തി അല്ലെ, ജസിയ നിർത്തലാക്കി. അദ്ദേഹത്തിന്റെ ഇവിടെ പറയുന്നുണ്ട് ഹുമയൂണിന്റെ മകൻ എന്നും പിൻഗാമി എന്നും അറിയപ്പെടുന്നുണ്ട്. മുഗൾ സാമ്രാജ്യത്തിന്റെ യഥാർത്ഥ സ്ഥാപകനായിരുന്നു അക്ബർ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ മന്ത്രിസഭ നവരത്നങ്ങൾ എന്നറിയപ്പെട്ടു. കവിയെ വിളിച്ച പേരെന്താണ്? തുളസീദാസ്, വിദൂഷകൻ ബീർബൽ. ക്ലിയർ? കിരീടധാരണം നടന്നത് കലനാവൂർ എന്നും, അദ്ദേഹത്തിന്റെ സൈനിക തലവനെ അറിയപ്പെടുന്നത് മാൻസിംഗ് എന്നും, ഈ പദവിയെ മിർ ബക്ഷി എന്നും അറിയപ്പെട്ടു. ഓക്കെ, ധനകാര്യമന്ത്രി ആരാണ്? രാജതോഡർമാർ. കിരീടധാരണം നടന്നത് കലനാവൂർ. ക്ലിയർ? അതൊക്കെ സിമ്പിൾ. ജസിയ കൊണ്ടുവന്നത് ഖുത്ബുദ്ദീൻ ഐബക്ക്, നിർത്തലാക്കിയത് അക്ബർ. ആ മുസ്ലിങ്ങളായിട്ടുള്ളവർ കൊടുക്കേണ്ടി വന്ന നികുതി സമ്പ്രദായത്തെയാണ് ജസിയ. എല്ലാം ഒന്ന് ക്രോഡീകരിച്ച് ഞാൻ പറയുകയാണ്, നിങ്ങളത് നന്നായിട്ട് മനസ്സിലാക്കുക. ജസിയ നിർത്തലാക്കി. പിന്നെ മാൻസംദാരി സിസ്റ്റം അറിയാമല്ലോ, തന്റെ പദവിക്ക് അനുസരിച്ചിട്ടുള്ള ഓരോ ഉദ്യോഗസ്ഥന്റെ പദവിക്ക് അനുസരിച്ചിട്ടുള്ള. ഇത്രയുമാണ് അക്ബർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഔറംഗസേബ്, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരു തികഞ്ഞ യാഥാസ്ഥിക മുസ്ലിം ഭരണാധികാരിയായിരുന്നു. ആര്? സിമ്പിൾ ആയിട്ട് പഠിക്കാനുള്ളൂ. ഒരു യാഥാസ്ഥിക മുസ്ലിം ഭരണാധികാരിയായിരുന്നു ഔറംഗസേബ് എന്ന് പറയുന്നത്. യാഥാസ്ഥിതിക മുസ്ലിം ഭരണാധികാരിയായിരുന്നു ഔറംഗസേബ്. ഇവിടെ പറയുന്നുണ്ട് 6ാമത്തെ മുഗൾ ചക്രവർത്തിയായിരുന്നു. 6ാമത്തെ മുഗൾ ചക്രവർത്തിയായിരുന്നു ആര്? ഔറംഗസേബ്. ഉയർന്ന റാങ്കിലുള്ള ഹിന്ദു ഉദ്യോഗസ്ഥന്മാരെ ഇസ്ലാം മതം സ്വീകരിക്കാൻ പ്രോത്സാഹനം. അതായത് ഇദ്ദേഹം ഒരു തികഞ്ഞ മുസ്ലിം ഇതായിരുന്നു. ഖുറാനൊക്കെ ഹൃദിസ്ഥമാക്കി എന്നാണ് നമുക്ക് പറയാനുള്ളത് അല്ലെ. പഠിക്കാനായിട്ടുള്ളത് എന്താണ്? ഖുറാനൊക്കെ ഒറ്റ ഇരിപ്പിൽ തന്നെ ഹൃദിസ്ഥമാക്കിയ വ്യക്തിയായിരുന്നു ഔറംഗസേബ്. അതുകൊണ്ട് തന്നെ തന്റെ ഭരണത്തിലുള്ള എല്ലാവരെയും ഏത് മതത്തിലോട്ട് കൊണ്ടുവരാൻ ആഗ്രഹിച്ചു? ഇസ്ലാം മതത്തിലോട്ട്. അദ്ദേഹം ഒരു തികഞ്ഞ എന്ത് വിശ്വാസിയായിരുന്നു? ഇസ്ലാം മതവിശ്വാസിയായിരുന്നു. എന്ത് മതവിശ്വാസിയായിരുന്നു? ഇസ്ലാം. ഖുറാനൊക്കെ എന്ത് ചെയ്തു? ഭയങ്കരമായിട്ട് എന്ത് ചെയ്തു? അഗ്രഗണ്യനായിരുന്നു. ഖുറാനൊക്കെ സ്വായത്തമാക്കി. മനസ്സിലായോ? പ്രഗത്ഭനായ സൈനിക കമാൻഡർ, പ്രഗത്ഭനായ സൈനിക കമാൻഡർ ആയിരുന്നു. പിന്നെ ഖജനാവ് നികുതി, കസ്റ്റംസ്, ലാൻഡ് റവന്യൂ തുടങ്ങിയ ടാക്സിലൂടെ അദ്ദേഹം വാർഷിക വരുമാനം സ്വീകരിച്ചു. തന്റെ രാജ്യത്തെ കെട്ടിപ്പൊക്കണ്ടേ, അതിനു വേണ്ടിയിട്ട് കസ്റ്റംസ് നികുതി, ഖജനാവ് നികുതിയിലൂടെ എന്ത് ചെയ്തു? ധാരാളം വാർഷിക വരുമാനം സഹകരിക്കാനായിട്ട് അദ്ദേഹം അതിലൂടെയാണ് സമാഹരിച്ചത്. അപ്പൊ ഒന്നുകൂടെ ഔറംഗസേബ് യാഥാസ്ഥിതിക ഒരു മുസ്ലിം ഭരണാധികാരി, ഇങ്ങനെ തന്നെ പഠിക്കാം. യാഥാസ്ഥിതിക മുസ്ലിം ഭരണാധികാരിയായിരുന്നു ഔറംഗസേബ്. ഖുറാൻ എന്ത് ചെയ്തു? ഹൃദിസ്ഥമാക്കി. ഒരുപാട് വട്ടം ഹൃദിസ്ഥമാക്കിയ വ്യക്തി. തന്റെ രാജ്യത്തിലുള്ള മറ്റു ഉദ്യോഗസ്ഥരെ ഏത് മതത്തിലോട്ട് ക്ഷണിച്ചു? ഇസ്ലാം മതത്തിലോട്ട് ക്ഷണിച്ചു. യാഥാസ്ഥിതിക ഒരു മുസ്ലിം ഭരണാധികാരി, അതായത് മുസ്ലിം മതത്തെ അധികമായി സ്നേഹിക്കുകയും അതിൽ തന്നെ എന്ത് ഉറച്ചു വിശ്വസിച്ച വ്യക്തിയായിരുന്നു ഔറംഗസേബ്. 6ാമത്തെ മുഗൾ ചക്രവർത്തിയായിരുന്നു. എത്രാമത്തെയാണ്? 6ാമത്തെ മുഗൾ ചക്രവർത്തി.
സൈനിക കമാൻഡർ, അതുപോലെ തന്നെ എന്താണ് പ്രഗത്ഭനായ സൈനിക കമാൻഡർ എന്നറിയപ്പെട്ടു. ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച മുഗൾ ചക്രവർത്തിയാണ്. ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച മുഗൾ ചക്രവർത്തിയാണ്. ഖജനാവ് നികുതി, കസ്റ്റംസ് നികുതി എന്നീ നികുതികളിലൂടെ തന്റെ രാജ്യത്തെ എന്ത് ചെയ്തു? വളർച്ചയിൽ കൊണ്ടുവരാനായിട്ട് നികുതി സമാഹരിച്ചു. വാർഷിക വരുമാനം കൂട്ടുകയും ചെയ്തു. മനസ്സിലായോ? ഒന്നുകൂടെ, ലാസ്റ്റത്തെ എന്താണ്? കസ്റ്റംസ് നികുതി, ഖജനാവ് നികുതി എന്നിവയിലൂടെ എന്ത് ചെയ്തു? എന്താണ്? വരുമാനം സ്വായത്തമാക്കുകയും വാർഷിക വരുമാനം കൂട്ടുകയും ചെയ്ത വ്യക്തിയാണ് ഔറംഗസേബ്. സിമ്പിൾ ആയിട്ട് പഠിക്കാനായിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ഇന്ന് നോക്കിയത് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് മുഗൾ റൂൾ എന്ന് പറയുന്ന പാഠഭാഗമാണ്. നമുക്കിവിടെ അറിയാം അല്ലെ? ആ പാഠഭാഗത്തിൽ അക്ബർ നോക്കി, ഔറംഗസേബ്, ശിവജി, ഷേർഷാ, ബാർബർ. അപ്പൊ ഇത്രയും ഭരണാധികാരികൾ നന്നായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. സിമ്പിൾ ആയിട്ട് പോയിന്റ് വീതം പഠിക്കാം. എല്ലാം നല്ല രീതിയിൽ ഒന്ന് പഠിച്ച് ടെക്സ്റ്റും കൂടെ ഒന്ന് നോക്കി വെക്കാം. വീഡിയോ ക്ലാസ് 1-2 പ്രാവശ്യം നോക്കി പഠിക്കാം. നോട്ട് പ്രിപ്പയർ ചെയ്യുക. നന്നായിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് കഴിയും. നന്നായിട്ട് പഠിക്കാം. വീണ്ടും ഒരു പുതിയ വീഡിയോ ക്ലാസ് വരെ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ, ടാറ്റ.